നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സാമൂഹ്യ പാഠം ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ വിരശല്യത്തെക്കുറിച്ചാണ്. കുട്ടികളിൽ വിരശല്യം രൂക്ഷമായി കഴിഞ്ഞാൽ അത് അവരുടെ വളർച്ചയെയും ആരോഗ്യത്തെയും ഒപ്പം പഠന നിലവാരത്തെയും ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ വേണ്ടത്ര ചികിത്സ ഈ ഒരു രംഗത്ത് ആവശ്യവുമാണ്. ഇതേക്കുറിച്ച് സംസാരിക്കാനായി നമ്മോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്ന അതിഥി ഡോക്ടർ അമർ എസ് ഫെറ്റിലാണ്. അദ്ദേഹം സീനിയർ പീഡിയാട്രീഷ്യനും അഡോൾസൻ ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമാണ്. നമസ്കാരം ഡോക്ടർ. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്ക് പ്രകാരം ലോകത്തിലെ ജനസംഖ്യയുടെ ഒരു 1/4 ഭാഗമെങ്കിലും ആളുകൾക്ക് വിരശല്യം ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? അതിൽ തന്നെ കൂടുതലും ഒരു വലിയൊരു ശതമാനം കുട്ടികളിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികളിൽ എത്രയധികം ഒരു വലിയൊരു ശതമാനം കാണുന്നത്? ഈ വിരബാധ എന്ന് പറയുന്നത് ഒരു വളരെ യൂണിവേഴ്സലായിട്ടുള്ളൊരു പ്രശ്നമാണ്. സാർവത്രികമായി കാണുന്ന ഒരു രോഗാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിലും ഇപ്പോൾ കുട്ടികൾ വലിയവരെല്ലാവരെയും ബാധിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞ് ശരിയാണ്, കുട്ടികൾക്കാണ് കൂടുതൽ കാണുന്നത്. അത് പലപ്പോഴും അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് പകരുന്ന രീതികൾ അത് കൂടുതൽ അവലംബിക്കുന്നത് മിക്കവാറും കുട്ടികളായിരിക്കും. ഇപ്പോൾ മുതിർന്നവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധകൾ അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ കാണിക്കും. കൊച്ചു കുട്ടികൾക്ക് അത്രയും ശ്രദ്ധകൾ എല്ലാ നേരത്തും അങ്ങനെ കോൺഷ്യസ് ആയിട്ട് അവരിങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് ഒരു റീസൺ കുട്ടികൾക്കത് കൂടുതൽ കാണുന്നത്. പിന്നെ അവർ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇടപഴകൽ, വലിയവരെക്കാളും ക്ലോസ് ആയിട്ടുള്ള ഇടപഴകലുണ്ട്. അവരുടെ ആരോഗ്യശീലങ്ങളിലെല്ലാം ഇപ്പോൾ മുതിർന്ന ആൾക്കാരെല്ലാം നേരത്തും നഖം കടിച്ച് നടക്കാറില്ല, മൂട് ചൊറിഞ്ഞ് നടക്കാറില്ല. അതൊക്കെ ഒരു കൾച്ചറലായിട്ടുള്ള വരുന്ന മാനേഴ്സിൻ്റെ ഭാഗമായിട്ട് വളർന്നു വരുമ്പോൾ. പക്ഷേ കുട്ടികൾ ഇതെല്ലാം ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്കാണ് കൂടുതൽ ഇങ്ങനെ. ഇതിൽ തന്നെ കുട്ടികൾ തന്നെ ഏത് പ്രായക്കാരിലാണ് ഏറ്റവും അധികം ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്? കുട്ടികൾ മിക്കവാറും എല്ലാ ഏജും ഒരുപോലെ തന്നെയാണ്. ഏകദേശം എല്ലാ പ്രായക്കാരും ഒരുപോലെ തന്നെ ഇത് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് അറിയാം, ഇപ്പോൾ വിരശല്യം വന്നവരിൽ ഒട്ടനവധി ലക്ഷണങ്ങൾ നമുക്ക് പ്രാരംഭ ദിശയിലൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഇത് വളരെ നമുക്ക് പലപ്പോഴും കൂടുതൽ ഗൗരവമായിട്ട് എടുക്കാതെയും ഒക്കെ തന്നെ ഇത് കൂടുതൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കൂടുതലും ശ്രദ്ധയിൽപ്പെടുക, അല്ലേ? എന്തെല്ലാം ലക്ഷണങ്ങളാണ് പൊതുവെ കണ്ടുവരാറുള്ളത്? ഈ വിരശല്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന ഒരു പഴയ സിനിമയുടെ പേരാണ്. പലരും കണ്ടു കാണും, കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം. അപ്പോൾ അതുപോലെ ഒരു കാര്യമാണ്. ഈ വളരെ കോമൺ ആണ്, പക്ഷേ അതേസമയം അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു വലിയ റേഞ്ച് ഓഫ് സിംറ്റംസ് ആണ് ഇത് ഉണ്ടാക്കുക. അതിൻ്റെ പകർച്ചയിലേക്ക് നമുക്ക് പിന്നെ പോകാം. പക്ഷേ എന്നാലും പെട്ടെന്ന് അറിയാം എന്താണ് ലക്ഷണങ്ങൾ, വരെ ഉണ്ടോ എന്നുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടികൾ വിരകളുള്ളിൽ വളരെ ബേസിക്കലി അത് ചെയ്യുന്ന നമ്മുടെ പോഷക വസ്തുക്കളെ വലിച്ചെടുക്കുകയാണ്. നമ്മുടെ കുടൽമാലയ്ക്കകത്താണ് വിരകൾ വളരുന്നത്. ഒട്ടുമിക്കവാറുമുള്ള വിരകളൊക്കെ വളരുന്നത് നമ്മുടെ കുടൽമാലയ്ക്കകത്താണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ആഹാരത്തിൽ നിന്ന് ദഹിച്ച് നമ്മുടെ ബോഡി വലിച്ചെടുക്കാൻ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് സാധനങ്ങളുണ്ട്, ദഹിച്ച മെറ്റീരിയൽസ്. അതിൽ നിന്നുള്ള പോഷക വസ്തുക്കളെ ഈ വിരകൾ യാതൊരു ദയവും ഇല്ലാണ്ട് അടിച്ചു മാറ്റുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന്. അത് മിക്കവാറും വിരകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു കൊക്കോപ്പുഴു എന്ന് പറഞ്ഞതുണ്ട്, ഹുക്ക്വംസ്. ഈ ഹുക്ക്വംസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കുടൽമാലയ്ക്കകത്ത് അറ്റാച്ച് ചെയ്യും. നമ്മുടെ കുടൽമാലത്തെ അകത്തെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ട് അവിടുന്ന് രക്തം തന്നെ നേരിട്ട് കുടിച്ചിറക്കുകയാണ്. അപ്പോൾ ഈ കൊക്കോപ്പുഴു എന്ന് പറയുന്നത് 1ഉം 2ഉം അല്ല, ആയിരക്കണക്കിനാണ് ബോഡിയിലുണ്ടാകും. അപ്പോൾ ഇവരെല്ലാം കുറച്ച് കുടിച്ചാൽ പോലും നല്ല തോതിൽ രക്തത്തിൻ്റെ നഷ്ടം ഉണ്ടാവും. അങ്ങനെയാണ് നല്ല എല്ലാവരും പറയില്ലേ, ഇപ്പോൾ വിരശല്യം ഉണ്ടെങ്കിൽ വിളർച്ച വരും എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ്ലി വരുന്ന ഒന്ന് ഈ കൊക്കോപ്പുഴുവിൻ്റെ ബാധ കൊണ്ടാണ് വിളർച്ച വരുന്നത്. പിന്നെ വിരകളുണ്ടെങ്കിൽ കുട്ടികൾ വളരൂല എന്ന് പറയും, അല്ലേ? അപ്പോൾ ആ വളരൂല എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. പോഷക വസ്തുക്കൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് കിട്ടേണ്ടതെന്ന് കുറേ ഇവർ അപഹരിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് വളർച്ച ബാധിക്കും. പിന്നെ ഇതൊക്കെ വിസിബിളായിട്ട് കാണുന്ന ഗ്രോസ് ഇമ്പാക്റ്റുകളാണ് ദോഷങ്ങൾ എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ വേറൊരു സെറ്റാണ് ലക്ഷണങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കുട്ടികൾക്ക് വയറുവേദന പറയും. അത് പ്രത്യേകിച്ചും വിരശല്യം വളരെ കൂടുതലാണെങ്കിൽ വയറുവേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചെറിയ തോതിലുള്ള വിരബാധയാണെങ്കിൽ അങ്ങനെ വയറുവേദന ഉണ്ടാകണമെന്നില്ല. പിന്നെ അതുപോലെ ഈ കോമൺലി പറയുന്ന കൃമി കടി എന്ന് പറയുമല്ലോ, അപ്പോൾ പിൻവാം എന്ന് പറയും. കൃമി എന്ന് പറയുന്നത് പിൻവാം എന്ന് പറയുന്നൊരു വിരയാണ്. ആക്ച്വലി വലിയ ദോഷം ചെയ്യാത്ത ഒരെണ്ണമാണ് അത്. നമ്മുടെ കുടലിൽ വൻകുടലിലൊക്കെ ജീവിച്ച് അതിൻ്റെ ഈ ഫീമെയിൽ പെൺകൃമികളുണ്ട്. അവർ മുട്ടയിടാൻ വേണ്ടി രാത്രിയാകുമ്പോൾ അത് ഉള്ളിൽ നിന്ന് എഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ വൻകുടലിൽ നിന്ന് എഴിഞ്ഞു കഴിഞ്ഞാൽ മരുദ്വാരത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ആ പരിസരത്തും ചുറ്റുമുള്ള സ്കിന്നിലും അതിന് മുട്ടയിടാൻ വരും. അപ്പോൾ ആ ഇഴയുമ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ, അസഹ്യമായ ചൊറിച്ചിലുണ്ട്. ചില കുട്ടികൾ വേദന എന്ന് പറയാറുണ്ട്, മൂട്ടിൽ വേദനിക്കുന്നു പറയും, ചൊറിച്ചിൽ പറയും, രാത്രി ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകും. അപ്പോൾ ആ നേരത്തേക്ക് പറയും പേരൻസ് നമ്മൾ ലൈറ്റ് അടിച്ച് നിങ്ങൾ നോക്കുമ്പോഴേക്കും
അവിടെ ഇങ്ങനെ ചിലപ്പോൾ ടോർച്ച് അടിച്ച് നോക്കിയാൽ അവിടെ ഇരുട്ടത്ത് ഇതിങ്ങനെ തിരിഞ്ഞു കളിക്കുന്നത് കാണാം. ചെറിയ വെള്ള ഒരു 1/2 സെൻറ്റിമീറ്റർ നീളമുള്ള കൊച്ചു കൊച്ചു അനങ്ങുന്ന കൊച്ചു നൂലിൻ്റെ കഷ്ണം പോലത്തെ വിരകൾ അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുന്നതാണ്, ചെറിയതാണ്. അതുപോലെ ചിലപ്പോൾ കുട്ടി പാസ് ചെയ്ത മോഷൻ അത് ടോയ്ലറ്റിൽ പോയി നോക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഈ കൃമികൾ, ഈ കൊച്ചു കൊച്ചു കൃമികൾ അനങ്ങുന്ന കാണാം. അപ്പോൾ അത് വേറെ ലക്ഷണമാണ്. പിന്നെ ചില കുട്ടികൾക്ക് ഈ വേറെ ക്ഷീണം, എല്ലാ നേരത്തും ഒരു കാരണമില്ലാത്ത ക്ഷീണം, നോക്കിയിട്ടുണ്ടെങ്കിൽ വിളർച്ച അത് കാണുന്നു. പിന്നെ ചിലർക്ക് ഛർദി. ഇപ്പോൾ വലിയ തോതിൽ വിരശല്യം ഉണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് അത് ഈ കുടലുമാരയ്ക്ക് തടസ്സം ഉണ്ടാവും. അവർക്ക് ഭയങ്കരമായി ഛർദി ഉണ്ടാവുക, ആ ഛർദി മഞ്ഞ നിറമാവുകയും അവസാനം എന്താണ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. കുടലുമാരയ്ക്ക് തടസ്സം വന്നിട്ട് ഈവൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യേണ്ട ഗതി പോലും ചിലപ്പോൾ വിരകളെ കൊണ്ട് വരാം. അത് വിരശല്യം രൂക്ഷമാകുമ്പോഴാണ്. അതുപോലെ ചിലപ്പോൾ ഈ വിരകളുടെ കൂട്ടത്തിൽ വലിയ ഒന്നുണ്ട്, നമ്മൾ ഈ എർത്തോമിൻ്റെ ഒക്കെ ഷേപ്പുള്ള ഏകദേശം ഇത്ര നീളമൊക്കെ ഉണ്ട്, ഒരു സെൻറ്റിമീറ്റർ ഒരു അടി വരെയൊക്കെ വരാം, 20 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ വരെ വരാമെന്ന് റൗണ്ട് എന്ന് പറയും, ഉരുളൻ വര എന്നാണ് പറയുക. അപ്പോൾ ഈ ഉരുളൻ വരകൾ ചിലപ്പോൾ ഈ നമ്മുടെ കുടലുമാരയ്ക്ക് അത്ര തിരിച്ചു വരും. അപ്പോൾ മുകളിലോട്ട് വന്ന് അന്നനാളം വഴി പുറത്ത് വന്ന് മൂക്കിൽ കൂടെ വായി കൂടെയൊക്കെ പുറത്ത് വരും. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ തിരിച്ച് ശ്വാസനാളത്തിനകത്തോട്ട് കയറിപ്പോകാം, കുട്ടി ശ്വാസം മുട്ടി പോവുക. അപ്പോൾ ആ രീതിയിൽ വളരെ കണ്ടാൽ ഭയപ്പെടുന്ന രീതിയിലുള്ള സിംറ്റംസ് അത് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ്. പിന്നെ ചില കുട്ടികൾ മലതടസ്സം ഉണ്ടാവും, മലം തടസ്സം ഉണ്ടാവും. ഇതൊക്കെയാണ് ഏറ്റവും കോമൺലി കാണുന്നത്. ഈ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച വിരകളെല്ലാം തന്നെ പലതരത്തിലുള്ള വിരകളുടെ കാര്യം സാർ പറഞ്ഞു. അപ്പോൾ അത് തന്നെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ വിരകൾ എത്തിപ്പെടുന്നത്, എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് ഓരോ ടൈപ്പ് വേംസ് ഉണ്ട്, കുറേ വേംസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 4 എണ്ണമാണ് ഏറ്റവും കോമൺലി നമുക്ക് മനുഷ്യർക്കുള്ള വേംസ് വളരെ കോമൺ ആയിട്ട് 4 എണ്ണമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും കോമൺ എടുത്തു കഴിഞ്ഞാൽ ഹുക്ക് വേം തന്നെ എടുക്കാം. നമുക്ക് കൊക്കപ്പുഴു എന്ന് പറഞ്ഞാൽ വരേനെ എടുക്കാം. ഈ കൊക്കപ്പുഴു ജീവിക്കുന്നത് കുടലുമാരയ്ക്കകത്താണ്. അപ്പോൾ അവിടുന്ന് അവർ മുട്ടയിടുന്നു. ഈ മുട്ടകൾ മരത്തിൽ കൂടെ പുറത്ത് വന്ന് അത് നമ്മൾ അലക്ഷ്യമായിട്ട് മുറ്റത്തോ പറമ്പിലൊക്കെ വെളിക്കിറങ്ങുന്ന സ്വഭാവം അതിപ്പോൾ കേരളത്തിലധികം ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പൺ എയർ ഡിഫിക്കേഷൻ, അങ്ങനെ അത് പറമ്പിലും ഈ മണ്ണിലെത്താം. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെ ചിലപ്പോൾ നമ്മളോട് കഴുകിച്ചു കൊടുക്കും. ആൾക്കാർ മുറ്റത്തിറക്കി കഴുകിക്കും, മോഷൻ പാസ് ചെയ്ത് വലിയൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നു, ചെറിയ കുട്ടികളെ അവർ മുറ്റത്തിറക്കിയിട്ട് കഴുകുന്നു. അപ്പോൾ ആ നേരത്ത് ആ പരിസരത്തുള്ള മണ്ണിലല്ല ഈ മുട്ടകൾ, മരത്തിൻ്റെ കൂടെ മുട്ടകൾ നിക്ഷേപിക്കപ്പെടും. അപ്പോൾ ഈ മുട്ട അവിടെ ഇരുന്ന് വിരിഞ്ഞ് ലാർവ പോലെയായി, ലാർവ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രൂപത്തിൽ, അത് വളരെ ചെറുതാണ്, അത് മണ്ണിലിങ്ങനെ ജീവിച്ച് അവിടെ ഇരിക്കും. അവിടെ കുട്ടികൾ ചെരുപ്പിടാണ്ട് കളിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ കാലിൻ്റെ അടിഭാഗത്തെ സ്കിന്ന് സോഫ്റ്റ് ആയിരിക്കാം, നനഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ കൂടെ തുരന്ന് ഇതകത്ത് കയറി എന്നിട്ട് അത് പിന്നെ ബ്ലഡിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ശ്വാസകോശത്തിൽ വന്ന് പിന്നെ അവിടുന്ന് ഒന്ന് കുത്തി മറിഞ്ഞ് താഴെ പിന്നെയും കുടലുമാരയ്ക്കകത്ത് വന്ന് അവിടെ നിന്നാണ് പിന്നെ വികസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും ഈ സിംറ്റംസ് ചിലപ്പോൾ രാത്രി മുഴുവൻ ചുമയുണ്ടാവും, ഫ്രീക്വൻ്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരും, വയറ്റിനകത്ത് ഇറിറ്റേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഛർദി വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആണ് ലക്ഷണങ്ങളതിൻ്റെ കൂടെ ഉണ്ടാവും. ഈ ലാർവ ഇങ്ങനെ മണ്ണിൽ നിന്ന് കാലിൽ കൂടെ തുരന്ന് അങ്ങനെയാണ് ഈ സെറ്റ് കയറുന്നത്, ഹുക്ക് വേമിന്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളിന് ശേഷം അടുത്തതിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ. ഹലോ, ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്റെ പേര് സൂര്യ. ആ, എവിടെ നിന്ന് വിളിക്കുന്നു? നാളെ ആയിട്ടുണ്ട്. ഹലോ ഹലോ, ആ ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. അതെ, എന്റെ മോൾക്ക് 4 ദിവസമായി. ആ, അവൾക്ക് ഞാൻ വരടെ മരുന്ന് കൊടുത്തു, പക്ഷെ വെള്ള പുഴുക്കൾ വന്നോണ്ടിരിക്കണക്ക്. 4 വയസ്സായി എന്നാണോ പറഞ്ഞത്? അതെ, 4 ദിവസമായി. 4.5 വയസ്സായി. ആ, എന്നിട്ട് അവൾക്ക് മരുന്ന് ഞാൻ കൊടുത്തു, ഓർഡർ കുപ്പി വരുന്നത്. ആ, മരുന്ന് കൊടുത്തു. മലതാളത്തിനുള്ളിൽ കൂടെ ഇടയ്ക്ക് ഈ പുഴുക്കളും ഇടയ്ക്ക് വെള്ള വയറുവേദന കഴിച്ചത്, മൂടിന് കൊച്ചിന് കൊടുത്തിട്ടും ഈ മരുന്നുകാരത്ത് നിന്ന് വേംസ് വരുന്നതാണോ പറഞ്ഞത്, കൃമി വരുന്നതാണോ പറഞ്ഞത്? പോകുന്നു, പക്ഷെ എന്നിട്ടും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരുന്നല്ലേ? ശരി, മനസ്സിലായി. ഈ പിൻവേംസ് എന്ന് പറയുന്ന ഈ കൃമി, അതായത് പുറത്ത് കാണുന്ന ഈ കൃമി, അതിന് 2 പ്രശ്നങ്ങളുള്ളൂ. ഒന്നെന്ന് വെച്ചാൽ അത് ഈ നമ്മളിങ്ങനെ മരുന്ന് കൊടുക്കുമ്പോൾ അതിനെക്കൊണ്ട് ഒന്ന് അത് ആ മരുന്നിനെ കൊണ്ട് ഇറാഡിക്കേറ്റും ചിലപ്പോൾ ഒറ്റ ഡോസ് കൊണ്ട് ചിലപ്പോൾ പ്രയാസമായിരിക്കും, റിപ്പീറ്റ് ഡോസ് വേണ്ടി വരും. പിന്നെ മാത്രമല്ല ഈ കൃമികൾ അവിടെ ഈ കൃമിശല്യമുള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കൃമിയുടെ ആ പെൺകൃമി ഫീമെയിൽ വേം വന്ന് അവിടെ പരിസരത്ത് മുഴുവൻ മുട്ടകൾ, അത് 1, 2 അല്ല 1000 കണക്കിന് മുട്ട ഈ ഭാഗത്തെല്ലാം നിക്ഷേപിച്ചു പോകും. അത് കുട്ടിയുടെ ദേഹത്തിരിക്കാം,
കുട്ടിയുടെ കൈകളിൽ നഖത്തിലൊക്കെ ചൊറിഞ്ഞിരിക്കാം, ചൊറിയുമ്പോൾ അതിനകത്ത് കയറും. നമ്മൾ കുട്ടിയെ കഴുകിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കൈകളിൽ വരാം. പിന്നെ ഈവൻ അടിവസ്ത്രങ്ങളിൽ വന്നിരിക്കാം, കുട്ടിയെ കിടത്തുന്ന ഷീറ്റ്, ബെഡ് മുതലായ സ്ഥലങ്ങളിലിരിക്കാം. അപ്പോൾ ഇവിടെ നിന്നെല്ലാം തിരിച്ചത് കുട്ടീൻ്റെ വായിലെത്താൻ ഇടയുണ്ട്. കാരണം കൊച്ചു കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ വായിൽ കൈ വയ്ക്കും. ഈവൻ കുറച്ചുകൂടെ വലിയ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കഴുകാണ്ട് ആഹാരം, എപ്പോൾ എല്ലാ നേരത്തും കൈ കഴുകാണ്ട് ആഹാരങ്ങളെടുത്ത് കഴിക്കും, ചിലപ്പോൾ വായിൽ നഖം കടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും തിരിച്ചവർക്ക് വരാം. അപ്പോൾ ഒരിക്കൽ ഡോസ് മരുന്ന് കൊടുത്താലും അവർ ചെയ്യുന്ന ഈ ശീലങ്ങൾ കൊണ്ട് തിരിച്ചു വരാം. അപ്പോൾ അതാണ് റീസൺ. സ്കൂളിൽ മരുന്ന് കൊടുത്തു വരട്ടെ ഈ ആഴ്ച തന്നെ. അത് വെച്ചാലും ഞാൻ മരുന്ന് കൊടുത്തു. സ്കൂളിൽ മരുന്ന് ചുറ്റി കൊച്ചിന് വരട്ടെ ഗുളികയായിട്ട്. ആ, സ്കൂളിലെ മരുന്ന് ഇപ്പോൾ നമ്മൾ അത് ദേശീയ വിരവിമുക്ത ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ 26 ഫസ്റ്റ് ഡോസ് കൊടുത്തു. അത് സെക്കൻഡ് ഡോസ് ഇനിയിപ്പോൾ ഡിസംബർ 3 അടുത്ത ഡോസ് ഉണ്ടാവും. അടുത്ത ഡോസ് എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഡോസ് കഴിക്കാൻ ഇട കിട്ടാത്ത കുട്ടികൾക്കാണ്. ഒറ്റ ഡോസ് മതി. ഒരു തവണ ഒരു ഗുളിക കഴിച്ചാൽ ഒരു തവണ കൊടുത്താൽ മതി, സിംഗിൾ ഡോസ്. അത് ഇനി കൊടുക്കുന്ന 6 മാസം കഴിഞ്ഞാണ്. പക്ഷേ ഈ കൊടുത്ത ദിവസം 26-ാം തീയതി കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരു ചാൻസ് കൂടെ നമ്മൾ ഡിസംബർ 3 മോപ്പപ്പ് ഡേ എന്ന് പറയും. അന്നും കൂടെ ഈ ഗുളികളുടെ വിതരണം എല്ലാ സ്ഥലത്തും സ്കൂളും അംഗൻവാടിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും അന്ന് കഴിച്ചു. പക്ഷേ റിക്കറൻ്റായിട്ട്, അതായത് വീണ്ടും വീണ്ടും വേംസിൻ്റെ ശല്യം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അത് ഡോക്ടറെ കണ്ട് ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായി ഒരു കുട്ടിക്ക് ചിലപ്പോൾ 2-3 ഡോസ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മറ്റ് ശീലങ്ങൾ കൂടെ അത് മോഡിഫൈ ചെയ്യണം. ഈ കുട്ടി മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗം സോപ്പിട്ട് കഴുകൽ, നമ്മുടെ കൈ നല്ലോണം സോപ്പിട്ട് കഴുകുക, നഖങ്ങൾ വെട്ടി നഖത്തിൻ്റെ അടിയിലൊന്നും ഇരിക്കാൻ ഇടവരാതിരിക്കുക, കുട്ടി ചൊറിയാതിരിക്കാത്തക്കോണം പ്രൊട്ടക്റ്റ് ചെയ്യണം. കവേർഡ് ഡ്രസ്സ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് നേരിട്ട് ഈ ഭാഗം ഉറക്കത്തിലൊന്ന് ചൊറിഞ്ഞ് കൈ കിട്ടാൻ ചാൻസ് കുറയും. പിന്നെ ബെഡ്ഷീറ്റ്, അടിവസ്ത്രങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നല്ല ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി അതിലും അണുവിമുക്തമാക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഫാമിലി ഡീവോമിങ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഐഡിയലി നമ്മൾ മുതിർന്നവരും കൂടെ കഴിക്കണം. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഈ ദിവസം കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് 19 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ കൊടുക്കുന്നുണ്ട്. എങ്കിലും ആ ദിവസം വീട്ടിലുള്ള അതിന് മുകളിൽ പ്രായമുള്ള പേരൻസും മറ്റേ ആഹാരം പാകം ചെയ്യുന്ന ആൾക്കാരൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ്. സോ ആ രീതിയിൽ കുറച്ചുകൂടെ നമുക്ക് ഉറപ്പ് വരുത്താം റിക്കറൻ്റായിട്ട് വീണ്ടും വീണ്ടും വരാതിരിക്കാൻ. ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പാഠത്തിലേക്ക് തിരികെ എത്താം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. സ്വാമിയേ സാമൂഹ്യ പാഠം തുടരുന്നു. ഡോക്ടർ നേരത്തെ സംസാരിച്ചത് കൊക്കപ്പുഴു അല്ലെങ്കിൽ ഹുക്ക്വേമിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞു നമ്മൾ നിർത്തിയത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. മറ്റ് വിരകൾ ഏതൊക്കെയാണ്, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളെ ബാധിക്കും? മറ്റ് ഏറ്റവും കോമൺ ആയിട്ട് ഒരു കാലത്ത് കണ്ടുകൊണ്ടിരുന്ന, ഇപ്പോൾ അത്ര കാണുന്നില്ല, റൗണ്ട് വേംസ് ആണ്. റൗണ്ട് വേം എന്ന് വെച്ചാൽ ഉരുളൻ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മേ ബി 6-7 ഇഞ്ച് 8 ഇഞ്ച് വലിപ്പമുള്ള നീളമുള്ള വേംസാണ്. കുറച്ചുകൂടെ കട്ടിയുണ്ടാവും. കണ്ടാൽ ഒരു ഈ മണ്ണിര പോലത്തെ സൈസ് വലിപ്പമൊക്കെ ഉണ്ട്, അനങ്ങുകയൊക്കെ ചെയ്യും. ഇത് കുട്ടികളുടെ മോഷനിൽ ചിലപ്പോൾ പുറത്ത് വരുന്നത് ഒന്നായിട്ടോ ചിലപ്പോൾ കുറേ എണ്ണം ഒരുമിച്ചൊക്കെ ചിലപ്പോൾ വരുന്നതായിട്ട് നമ്മൾ പണ്ട് കാണാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ കുറവാണ്. ഈ റൗണ്ട് വേം എന്ന് പറയുന്നത് അത് എഗെയിൻ നമ്മുടെ ഈ കുടൽമാലയ്ക്കകത്ത് തന്നെ ജീവിക്കുന്നൊരു വേമാണ്. അവിടെ ഇരുന്നിട്ട് ഈ വേംസ്, മൂത്ത വേംസ്, അതിന് മെച്യൂറായ വിരകൾ മുട്ടയിടാൻ തുടങ്ങും. അപ്പോൾ മുട്ടയിടുന്നത് വെച്ചാൽ എത്ര മുട്ടയെന്ന് കേട്ടാൽ ഞെട്ടിപ്പോവും. 2 ലക്ഷം മുട്ട വരെയൊക്കെ ഇടും ഒരു വേം എന്ന് പറഞ്ഞാൽ. അത്ര അധികം മുട്ടകളാണ് ഇടുക. അപ്പോൾ ഈ മുട്ടകളെല്ലാം കുട്ടീൻ്റെ മോഷനിൽ അല്ലെങ്കിൽ വ്യക്തിൻ്റെ മോഷനിൽ, അതുള്ള വ്യക്തിൻ്റെ മോഷനിൽ പുറത്തോട്ട് വരുന്നു. ആ പുറത്തോട്ട് വരുന്ന വേംസ് ഈ മുട്ടകൾ ഇപ്പോൾ പുറത്താണ് വെളിക്കിടങ്ങുന്നത്. എങ്ങനെ പുറത്ത് മോഷൻ പാസ് ചെയ്യുന്നൊരു മലവിസർജനം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികളെ പുറത്തുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ കഴിയിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ കിടക്കാം. അപ്പോൾ ആ മുട്ടകൾ അവിടെ മണ്ണിലിരുന്ന് കുറേ ദിവസം ഇരിക്കുമ്പോൾ മുട്ട ഫെർട്ടിലൈസ്ഡ്, അതായത് മെച്യൂറാവും, വിരിയാൻ റെഡിയാവും. ആ ഭാഗമുള്ള മുട്ടകൾ പഴങ്ങളിലും പച്ചക്കറിയിലും ഇലകളിലും ചെടിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കുട്ടി ഉദാഹരണത്തിന് നമ്മൾ ഈ വെണ്ടക്ക പോലത്തെ സാധനങ്ങളൊക്കെ പറിച്ച് തിന്നുമില്ല. അപ്പോൾ റോ ആയിട്ട് മുറ്റത്ത് നിന്നെടുക്കുന്ന സാധനങ്ങൾ കഴിക്കുകയോ വായിൽ വയ്ക്കുകയോ ചെയ്യുന്നു. ഈവൻ പഴവർഗ്ഗങ്ങൾ ചിലപ്പോൾ തക്കാളി ആയിരിക്കാം, വെജിറ്റബിൾസ് ആയിരിക്കാം, ഫ്രൂട്ട്സ് ആയിരിക്കാം. അത് കഴുകാണ്ട് മുറ്റത്തുനിന്നും പറമ്പെന്നൊക്കെ എടുത്ത് തറയുന്നു, മണ്ണുമായിട്ട് കോണ്ടാക്റ്റുള്ള ലെവലിൽ
അതാണ് ഞാൻ വലിയ ഫ്രൂട്ട്സ് പറയാത്തത്. ഗ്രൗണ്ട് ലെവലിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ആ മണ്ണ് തെറിച്ചൊക്കെ ഉള്ളതിൽ ഈ മുട്ട കഴുകാതെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ കളിച്ചു, കുട്ടികളിപ്പോൾ മണ്ണിൽ കളിക്കുന്നു, കളിപ്പാട്ടമൊക്കെ വെച്ച് അവിടെ നിന്ന് കളിച്ചിട്ട് കയ്യിലൊക്കെ കയറിയിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് തന്നെ വായിൽ കൈ വയ്ക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആഹാരം കഴിക്കുന്ന നേരത്ത് ഓടി വന്ന് ചിലപ്പോൾ തന്നെ സ്വീറ്റ്സ് കിട്ടി, അമ്മ എന്തിനേയും വിളിച്ചു മനിതായത് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഓടി വന്ന് കൈ കഴുകാണ്ട് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലോട്ട് ഇത് കയറി ആ കയ്യിൽ നിന്ന് വായിൽ ചെന്ന് ഈ മുട്ടകൾ കുടലിലെത്തിയിട്ട് അവിടെ ഇരുന്ന് വിരിയും. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ആദ്യം മുട്ട വിരിഞ്ഞിട്ട് ലാർവ എന്ന് പറഞ്ഞ സ്റ്റേജ് വരും. എന്നിട്ട് അത് പിന്നെ കുടൽമാരയ്ക്കകത്ത് തുരന്ന് ബ്ലഡിൽ കൂടെ ഒരു കറക്കം കറങ്ങി, ടൂറിന് പോകുന്നവരെ കറങ്ങി, എന്നിട്ട് ലങ്സിൽ വന്നു. അവിടുന്ന് രണ്ടാമതും നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ആൽവിയോളെ അതിനെ തുരന്നു, പിന്നെ തൊണ്ടയിൽ വന്ന് അവിടുന്ന് കുത്തി മറിഞ്ഞ് വീണ്ടും ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഒരു ജസ്റ്റ് വേൾഡ് ടൂറിന് പോയാൽ പോലെ ഇവരൊന്ന് കറക്കം കറങ്ങി വീണ്ടും ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അവിടെ ഇരുന്ന് മെച്യൂർ ചെയ്യുന്നതാണ്. അവിടെ നിന്ന് വളർന്ന് വീണ്ടും അതെല്ലാം ഈ പറഞ്ഞ വലിപ്പത്തിൽ ആയി മാറുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പോൾ ഈ എൻ്റയർ പീരീഡ് ഇവർ പോഷകവസ്തുക്കൾ അവരുടെ ബോഡി കൂടെ വിരിച്ച് കയറ്റുകയാണ്, കുട്ടീൻ്റെ പോഷകവസ്തുക്കൾ. അപ്പോൾ ഇവരിങ്ങനെ ഈ വേംസാണ് കുറേ എണ്ണം ഉള്ളപ്പോൾ തമ്മിലിങ്ങനെ കെട്ട് വീണ് ഇങ്ങനെ കെട്ട് മടങ്ങിയിട്ട് അത് ചിലപ്പോൾ ബ്ലോക്കേജ് വരാം. ഇപ്പോൾ കുട്ടിക്ക് വയറുവേദന വരാം. ചിലപ്പോൾ ഈവൻ നമ്മൾ കുട്ടിയുടെ വയറൊക്കെ ഞെക്കി നോക്കുമ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ മുഴകൾ പോലെയൊക്കെ ചിലപ്പോൾ തോന്നും. അത് വലിയ തോതിലുണ്ടെങ്കിൽ 1-2 ചിലപ്പോൾ അത്ര അറിയാറില്ല. പക്ഷെ കൂടുതലുണ്ടെങ്കിൽ നല്ല സിംറ്റംസ് ഈ റൗണ്ട് വേംസും ഉണ്ടാക്കും. ഡോക്ടർ, ഈ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന വയറുവേദന ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ കഴിയും? അത് പറയാൻ പറ്റില്ല. കാരണം ആസ് എ പീഡിയാട്രിഷ്യൻ നമ്മൾ കാണുന്ന കുട്ടികളെ, ആയിരക്കണക്കിന് കുട്ടികളെ കാണുമ്പോൾ ഒരുവിധമുള്ള കുട്ടികളൊക്കെ ഇതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വേദന എന്ന് പറയും. അത് ചിലപ്പോൾ ഈ കുട്ടികൾ കഴിക്കുമ്പോൾ ആകെ കുടൽമാരിക്കാത്തൊരു അനക്കമൊക്കെ ഉണ്ടല്ലോ, അതിനെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. പിന്നെ ചില കുട്ടികൾ ആഹാരം വേണ്ടാന്ന് പറയാൻ വേണ്ടി ഒരു കൊച്ചു ട്രിക്ക് മനസ്സിലാക്കിയിട്ട് വയറുവേദന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപ്പോൾ അങ്ങനത്തെ വേദന കാണിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ വയറുവേദന ഇവാലുവേറ്റ് ചെയ്യണം എപ്പോഴും. അതിനെന്തെങ്കിലും കാരണം പലപ്പോഴും കാണും. പക്ഷേ ഒട്ടേറെ സിറ്റുവേഷനിൽ കുട്ടികളുടെ വയറുവേദനയ്ക്ക് വലിയ കാരണം ഇല്ലാത്ത നോൺ സ്പെസിഫിക് നമ്മൾ പറയും, അങ്ങനത്തെ വേറെ ഡിസ്കംഫേർട്സും ഉണ്ടാകാറുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. നമസ്കാരം, സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് ജയകുമാർ, ഞാൻ ജംഷഡ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. ഇത് മോൻ ഇതുപോലെ വിരശല്യമുണ്ട്. അപ്പം നമുക്കിത് ഡോക്ടറെ കാണുന്നുണ്ടോ അതോ നമുക്ക് ഈ വയറിളക്കി കഴിഞ്ഞാൽ മാറാവുന്നതായിരുന്നു? എങ്ങനെ സംശയം എന്തായിരുന്നു? എൻ്റെ മോനെ ഇതുപോലെ വിരശല്യമുണ്ട്, രാത്രി ഉറക്കമൊന്നുമില്ല. അത് ശരി. ഇത് ഡോക്ടറെ കാണുന്നുണ്ടോ അതോ നമുക്ക് ഈ വയറിളക്കി കഴിഞ്ഞാൽ വയറിളക്കാൻ മരുന്ന് കഴിഞ്ഞാൽ പോകും? അതായത് മൂട്ടിലുള്ള ചൊറിച്ചിൽ കൊണ്ടാണ് ഡിസ്കംഫേർട്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് വയറ് ഡിസ്കംഫേർട്ടാണ്, അല്ലെങ്കിൽ മൂട്ടിലാണ് ഡിസ്കംഫേർട്ട്, അല്ലെങ്കിൽ നമ്മൾ രാത്രി എണീറ്റ് നോക്കുമ്പോൾ അവിടെ വിരകൾ കണ്ടെങ്കിൽ ഓബ്വിയസ്ലി അത് വിരശല്യം, പിൻവാം ഇൻഫെക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സ്വന്തമായിട്ട് ഈ മരുന്ന് വേണമെങ്കിൽ മേടിച്ച് കഴിക്കാവുന്നതാണ്. ആൽബൻഡസോൾ എന്നുള്ളതാണ് ഡ്രഗിൻ്റെ പേര്. അതിൻ്റെ കണ്ടൻറ്റ് ആൽബൻഡസോളാണ്. അത് പല മാനുഫാക്ചറേഴ്സും ഉണ്ടാക്കുന്നുണ്ട്. ആൽബൻഡസോൾ എന്നുള്ള മരുന്നിനെ ഒട്ടേറെ കമ്പനികൾ അതിനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവിടെയും അത് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സാധനമായിരിക്കും. സോ അത് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഡോക്ടറെ കാണേണ്ട കാര്യമില്ലല്ലേ? ഇല്ല, സാധാരണഗതിയിൽ ഇൻഡിവിജ്വലി ഒരു തവണയൊക്കെ കഴിക്കാനാണെങ്കിൽ ഡോക്ടറെ കാണേണ്ട കാര്യമില്ല. പക്ഷേ വയറുവേദനയാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ടിട്ടേ അസസ് ചെയ്യാൻ പറ്റൂ. നമ്മൾ നേരിട്ട് മൂട്ടിൽ കൃമികളെ കണ്ടെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത് നമുക്കിതിൻ്റെ മരുന്ന് വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ വയറുവേദന ചെറുതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മറ്റ് കാരണങ്ങളുണ്ടോ എന്ന് ഡോക്ടർക്കല്ലേ അറിയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും, ഇപ്പോൾ ജസ്റ്റ് ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ മരുന്ന് കടയിൽ പോയി മരുന്ന് കഴിക്കരുത്, വാങ്ങിച്ച് വെറുതെ പറഞ്ഞ് കഴിക്കരുത് നമ്മൾ പൊതുവേ പറയുന്നൊരു നല്ല ഗൈഡിങ് പോയിൻ്റാണ്. അപ്പോൾ ഇതിനും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മൾ നേരിട്ട് മരത്തിൽ കൃമികളെ കണ്ടു അല്ലെങ്കിൽ വിരകളെ കണ്ടെങ്കിൽ എന്തായാലും ഓബ്വിയസ് ആയിട്ടുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ മരുന്ന് കൊടുക്കാം. പക്ഷേ അതല്ലാതെ ഇതൊന്നും കാണാതെ കുട്ടി എപ്പോഴും വയറുവേദന പറയുന്നു, എല്ലാ വയറുവേദനയും വിര കൊണ്ടല്ല, അങ്ങനെ ഒരു ധാരണയും നമുക്ക് പലർക്കും ഉണ്ട്. ഈ വയറുവേദന തോന്നുന്നത് എല്ലാം വിര കൊണ്ടാണ്. വിര അല്ലാത്ത കാരണങ്ങളുണ്ടാവും, ചിലപ്പോൾ കാരണം ഇല്ലാത്ത വയറുവേദന പറയുകയും ചെയ്യും. അപ്പോൾ അതൊരു ഡോക്ടർ അസസ് ചെയ്യുന്ന, പീഡിയാട്രിഷ്യൻ അസസ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ഉണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് സൂചനയാണ്, പിൻവമാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ മരുന്ന് കഴിക്കാം. ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി. നമുക്ക് അടുത്ത ഒരു ഇടവേളയ്ക്ക് കൂടി പോയിട്ട് സാമൂഹ്യ പാഠത്തിലേക്ക് മടങ്ങിയെത്താം. എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാവുന്ന ഒരു കാര്യമല്ല. നോവൽ എഴുതുന്ന ആൾ നോവൽ മാത്രമേ എഴുതാവൂ, അല്ലെങ്കിൽ കഥകൾ എഴുതുന്ന കഥകൾ മാത്രമേ എഴുതാവൂ, ഒന്നുമില്ല. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ അധ്യാപകനായിരുന്നു കൃഷ്ണൻ നായർ സാറ്, വളരെ സ്നേഹമുള്ള സാറ്.
അങ്ങനെയാണ് ഈ മാർത്തയുടെ കത്തുകൾ എന്ന് പറയുന്ന കഥ അദ്ദേഹം തിരഞ്ഞെടുത്തു. ഏറ്റവും മികച്ച 10 കഥകളിലൊന്നായിട്ട്. മറ്റ് 9 പേരുടെ കൂട്ടത്തിൽ 10ാമനായിട്ട് എന്നെയും കൂടെ പെടുത്തി എന്ന് പറയുമ്പം ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. കാര്യം എഴുത്ത് സ്വകീയമാണ്, വായനയും സ്വകീയമാണ്. എനിക്ക് വേണ്ടി താങ്കൾക്ക് വായിക്കാൻ പറ്റില്ല, അല്ലേ? എനിക്ക് വേണ്ടി താങ്കൾക്ക് എഴുതാനും പറ്റത്തില്ല. ദാറ്റ്സ് ദ ഡിഫറൻസ്. സാമൂഹ്യ പാഠം തുടരുന്നു. ഡോക്ടർ നേരത്തെ 2 തരം വിരകളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഹുക്ക് വേമും റൗണ്ട് വേമും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഏത് തരം വിരകളാണ് പൊതുവെ കാണുന്നത്? പിന്നെയുള്ളത് വിപ്പ് വേം എന്നൊരു വിരയുണ്ട്. അത് അത്ര കോമൺലി നമ്മൾ പുറത്ത് കാണാറില്ല. വിപ്പ് വേംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 4-5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള നേർത്ത തരം വിരകളാണ്. അതും ഇതേപോലെ നമ്മുടെ വൻകുടലിലൊക്കെ ആണ് ജീവിക്കുക. അപ്പോൾ അത് ഒരു പ്രത്യേകതയുള്ളത്, അത് ഇൻഫൻസ്, കുറേ കൂടെ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളിൽ ഈ വിപ്പ് വേം ഇൻഫെസ്റ്റേഷൻ ഇതേപോലെ തന്നെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മുട്ടകൾ പുറത്ത് പാസ് ചെയ്യുന്നു. ആ മുട്ട എങ്ങനെയും കയ്യിൽ കൂടെ ആഹാരത്തിൽ കൂടെയൊക്കെ തിരിച്ച് നമ്മുടെ വായിലെത്തുന്നു. കുട്ടിക്ക് ആ അണുബാധ ഉണ്ടാകുന്നു, ആ വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടാകുന്നു. പക്ഷേ ഈ വിപ്പ് വേം ഇൻഫെസ്റ്റേഷനുള്ള ചില കുട്ടികൾക്ക് ഈ മലദ്വാരം തള്ളി പുറത്തോട്ട് വരിക എന്ന് പറയും. പ്രൊലാപ്സ് എന്നാണ് നമ്മൾ പറയുക. അതായത് ഇങ്ങനെ ഒരു മാംസത്തിൻ്റെ പീസ് പോലെ തന്നെ ഈ മലദ്വാരത്തിൻ്റെ ഭാഗം തള്ളി പുറത്തേക്ക് വരിക. കുട്ടിക്ക് നല്ല മാൽന്യൂട്രിഷൻ അല്ലെങ്കിൽ പോഷണക്കുറവ് ഉണ്ടാക്കുന്ന ഒരു വേമാണ്. അപ്പോൾ അങ്ങനെ വിപ്പ് വേംസും ഇതേപോലെ സിംറ്റംസ് ഉണ്ടാക്കുന്ന ഒരു വേമാണ്. ചാട്ടവിര എന്ന് പറയുക, മലയാളത്തിൽ ചാട്ടവിര എന്നാണ് പറയുക. അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്, ഒരു പിടി, ഈ ചാട്ടയുടെ ഷേപ്പാണ് ആ വേമിനുള്ളത്. അപ്പോൾ അത് വിപ്പ് വേംസ്. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? നെക്സ്റ്റ് പിന്നെ ഉള്ളത് അത്ര കോമൺ അല്ലെങ്കിലും നാടവിര എന്ന് പറയും. ടേപ്പ് വേം, നാടവിര. ഈ ടേപ്പ് വേം എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയ സൈസുള്ളൊരു സാധനമാണ്. ഈ മറ്റേ വേമൊക്കെ ഞാൻ പറയാം, ഇപ്പോൾ റൗണ്ട് വേം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് ഒരു കൂടി വന്ന 20-25 സെൻറ്റിമീറ്റർ നീളം. നാടവിര ടേപ്പ് വേമിൻ്റെ സൈസ് 5 മുതൽ 7-8 മീറ്റർ വരെയൊക്കെ നീളം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടുന്ന് നമ്മളൊരു പെരുമ്പാമ്പിനെ പറ്റി പറയുന്ന പോലെയാണ്. പക്ഷേ അത് വളരെ നേരത്തെ പരന്ന ഒരു സാധനമാണ്. നമ്മുടെ കുടലുമാലയ്ക്കകത്ത് അത് അത്രയും നീളത്തിൽ, കുടലുമാല തന്നെ നീളമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നീളത്തിൽ ഇങ്ങനെ ഇരിക്കുകയും അതിലിങ്ങനെ സെഗ്മെൻറ്റ്സ്, പീസ് പോലെയാണ്, ഒന്നിച്ച് കണക്ട് ചെയ്ത പീസ് പോലെ, വലിയൊരു ഗുഡ് സ്ട്രെയിൻ പോലെയാണ് അതിൻ്റെ ഷേപ്പ് ഏകദേശം പറഞ്ഞാൽ. ഇത് കോമൺ ആയിട്ട് കാണുന്ന അത്ര കോമൺ അല്ല, കാരണം അത് വരുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആണ്. ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത് ഇപ്പോൾ ഈ ടേപ്പ് വേം, നാടവിര അണുബാധയുള്ള വ്യക്തിക്ക് ഇതിൻ്റെ മുട്ടകൾ ഈ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് വിരയുടെ ഒരു കഷ്ണം തന്നെ, ഈ ഗുഡ് സ്ട്രെയിനിലെ ഏറ്റവും അവസാനത്തെ ബോഗി അങ്ങ് കളയുന്ന പോലെയാണ്. ഒരു കഷ്ണം ഇടയ്ക്കിടയ്ക്ക് ഓരോ കഷ്ണങ്ങൾ നമ്മുടെ മരത്തിൽ കൂടെ പുറത്തു പോകുന്നു. ഇത് മുറ്റത്തോ തറയിലോ മണ്ണിലോ ഒക്കെ ആകുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഈ സെഗ്മെൻറ്റിനകത്ത് തന്നെ കുറേ വിരകളുണ്ടാവും, വിരക്കുട്ടികൾ. അതെല്ലാം മെച്യൂറായിട്ട് ജീവിക്കുന്നത്. അത് സാധാരണ പന്നികളെയും മറ്റു മാടുകളെയൊക്കെയാണ് ബാധിക്കുക. അവരെ ബാധിച്ച് അവരുടെ ഈ കഴിക്കുന്ന പുല്ലിൽ കൂടെയൊക്കെ അകത്ത് പോയി അത് അവിടെ വളർന്ന് എന്നിട്ട് അവസാനം അവരുടെ മസിൽസിൽ, മാംസപേശികളിൽ ജീവിക്കുന്നു ഈ മൃഗത്തിൻ്റെ. ഇനി നമ്മൾ മീറ്റ് കഴിക്കുന്ന ആൾക്കാർ പന്നിയുടെ മീറ്റോ മറ്റു മാടുകളുടെ മീറ്റോ കഴിക്കുകയാണെങ്കിൽ അത് നല്ലോണം കുക്ക് ചെയ്തിട്ടില്ല, അതിൻ്റെ മീറ്റാണല്ലോ കഴിക്കുന്നത്. ആ മീറ്റിനകത്ത് ഇത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ കുക്ക് ചെയ്താൽ നശിച്ചു പോകും, പൂർണ്ണമായി നശിച്ചു. പക്ഷേ കുക്ക് ചെയ്യാതെ, വേണ്ടത്ര പ്രഷർ കുക്ക് ചെയ്യാതെയൊക്കെ നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുന്ന, അല്ലെങ്കിൽ അൺകുക്ക്ഡോ അണ്ടർ കുക്ക്ഡായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ജീവനോടെയുള്ള ഫോം നമ്മുടെ ബോഡിക്കകത്ത് എത്തും. അത് നമ്മുടെ കുടൽമാലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വിരിഞ്ഞ് അവിടെ അത് വളർന്ന് വലിയൊരു വേമാകാം. എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഇത് അവിടുന്ന് മാറി നമ്മുടെ മസിൽസിലോ ഈവൻ നമ്മുടെ ബ്രെയിനിനകത്ത് വരെ പോയിട്ട് അവിടെ വേംസിൻ്റെ ഒരു കൂട് പോലെ, ഒരു അടുത്ത സെറ്റ് പോലെ ഉണ്ടാക്കുന്ന ഒരു സ്വെല്ലിങ്, ഒരു വീർത്ത ഒരു സിസ്റ്റ് പോലെ ഉണ്ടാക്കുന്ന രൂപത്തിൽ വരെ. സോ ടേപ്പ് വേംസ് അത്ര നിസ്സാരമല്ല, അത്ര കോമൺ അല്ല. അതേസമയം അത് വന്നാൽ പ്രശ്നമുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, മോഷനിൽ കാണുന്നത് നമ്മൾ വിരകളെയോ അനങ്ങുന്ന സാധനങ്ങളോ ഒന്നുമല്ല കാണുക. കൊച്ചു പേപ്പറിൻ്റെ തുണ്ട് പോലെ, നനഞ്ഞ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ മോഷനകത്ത്, മരത്തിനകത്ത് ഇരിക്കുന്ന പോലത്തെ ലക്ഷണം. അപ്പോൾ അത് ആണ് അതിൻ്റെ ഒരു ഏറ്റവും ശക്തമായ സൂചന, ഇത് ഈ ഇൻഫെസ്റ്റേഷൻ ഉണ്ടെന്നുള്ളത്. ഉണ്ടെങ്കിൽ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ. ആരാണ്? ഞാൻ ഇവിടെ തൃശ്ശൂർ ജില്ല അനന്തപുരത്ത് എന്ന വില്ലേജിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ബാലൻ. മകന്റെ കുട്ടിക്ക് വേണ്ടിയാ. അവന് 6 വയസ്സുണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് വിരശല്യമുണ്ട്, ക്രിമികടി എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ച്, ഇവിടെ ഹെൽത്ത് സെന്ററിലെ ഡോക്ടറെ കാണിച്ച് 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ മരുന്ന് കൊടുത്ത, പിന്നെ ഡോക്ടർമാര് അതങ്ങനെ ഗവനിക്കുന്നില്ല. അങ്ങനെ ഈ മരുന്ന് കൂടുതൽ കൊടുക്കുന്നുണ്ട്, വല്ല
പ്രശ്നങ്ങളുണ്ടോന്ന് അറിയണം. ആ പിന്നെ ആ. ഇതിൻ്റെ ഈ അവന് മലവിസർജനം നടത്തുന്ന 2-3 ദിവസം കൂടുമ്പോഴാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവുന്നത്. അത് ശരി ശരി. ഇത് ഈ പറഞ്ഞ രണ്ടാമത്തെ, ഇപ്പോൾ ശ്രീ ബാലൻ പറഞ്ഞ രണ്ടാമത്തെ ലക്ഷണം, അതും വിരബാധയുടെ ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. അത് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും. ഇടയ്ക്ക് മറിക്കും പോകുക, എല്ലാ ദിവസവും പോകാണ്ടിരിക്കുന്നതും ചില വേം ട്രബിളിന്, വേം ഇൻഫെസ്റ്റേഷൻ, അങ്ങനെ വിരശല്യത്തിന് അങ്ങനെയും ഉണ്ടാകാം. പിന്നെ മരുന്ന് കൊടുക്കുന്നത് ഇപ്പോൾ ഒരിക്കൽ മാറിയില്ല, വീണ്ടും മരുന്ന് കൊടുക്കേണ്ടി വന്നു, ആ ഡോക്ടറെ കണ്ടിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കൊണ്ട് പ്രോബ്ലംസ് ഒന്നുമില്ല. ഈ മരുന്ന് വളരെ സേഫായിട്ടുള്ളൊരു മരുന്നാണ് ഇതിന് കൊടുക്കുന്നത്, ഈ ആൽബൻഡസോൾ എന്ന് പറയുന്നത്. പിന്നെ ചിലപ്പോൾ ഈ വീണ്ടും വീണ്ടും വരുമ്പോൾ, ഞാൻ നേരത്തെ ഒരു കോളർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അത് വീണ്ടും വീണ്ടും ഒരു കുട്ടിക്ക് മാറാതെ വരുന്നെങ്കിൽ അത് ഫാമിലിക്കകത്ത് തന്നെ, അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ, അല്ലെ അവരവരുടെ കൈകൊണ്ട് തന്നെ ഒരു റീസർക്കുലേഷൻ, അതായത് വീണ്ടും വീണ്ടും അവരവർക്ക് തന്നെ അത് ഉണ്ടാക്കി തീർക്കുന്ന സൂചനകൾ നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന് കൈ കൊണ്ട് ചിലപ്പോൾ കൈ ചൊറിയുന്നതായിരിക്കാം, കൈ കഴുകാണ്ടിരിക്കുന്നതായിരിക്കാം സോപ്പിട്ടിട്ട് ആഹാരത്തിന് മുമ്പേ, അല്ലെങ്കിൽ ചിലപ്പോൾ മോഷൻ പാസ് ചെയ്തിട്ട് കഴുകി വരുമ്പോൾ ചിലപ്പോൾ കൈ കഴുകുന്നുണ്ടാവില്ല. ചിലപ്പോൾ വേറെ, ഇതിപ്പോൾ 6 വയസ്സിലെ കുട്ടി മിക്കവാറും സ്വന്തമായിട്ടായിരിക്കും ടോയ്ലറ്റിൽ പോയി കഴുകുന്നതൊക്കെ സ്വന്തമായിട്ടായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് മൂടും കൈയും സോപ്പിട്ട് കഴുകുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആക്ച്വലി പറഞ്ഞ് പഠിപ്പിച്ച് അത് നടക്കുന്നതെന്ന് ഉറപ്പാക്കണം. പിന്നെ നമ്മൾ മുതിർന്നവർ കുട്ടിയുടെ തുണികളൊക്കെ നമ്മൾ ഈ നനയ്ക്കാനൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് തിരിച്ച് അഡൾട്ട്സിന് വന്നിട്ട് അഡൾട്ട്സിൻ്റെ നിന്ന് വീണ്ടും കുട്ടിക്ക് വരാം. അപ്പോൾ ഈ കൃമീൻ്റെ ഒരു സൈക്കിൾ ഇങ്ങനെ എപ്പോഴും വീട്ടിനകത്ത് പെർസിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈവൻ നമ്മുടെ അടിവസ്ത്രങ്ങൾ, അടിയിലിടുന്ന ഉടുപ്പുകൾ, പിന്നെ ഈവൻ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, അപ്പോൾ അവിടെ നിന്നെല്ലാം തിരിച്ച് ഈ മുട്ടകൾ വേണമെങ്കിൽ തിരിച്ച് നമ്മുടെ വായിലെത്താനുള്ള സാഹചര്യം വരാം. അപ്പോൾ ഇതൊക്കെയാണ് അത് വീണ്ടും വീണ്ടും റിക്കർ ചെയ്യുന്നത്. മരുന്ന് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, മരുന്ന് വളരെ സിമ്പിളാണ്, വളരെ സേഫ് ആയിട്ടുള്ള മരുന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ മൊത്തം ഇങ്ങനെ, സ്കൂളിലും അംഗൻവാടി കൊടുക്കുന്നത്, വളരെ സേഫ് ആയിട്ടുള്ള മരുന്നാണ്. ഇല്ല ഇല്ല ഇല്ല, പ്രത്യേകിച്ചും താങ്കൾ പറഞ്ഞത് ഡോക്ടറെ കണ്ടാണ് കൊടുക്കുന്നത്. പ്രശ്നമുള്ളൂ, ആ കുട്ടിക്ക് മാത്രമേ അങ്ങനെ പ്രശ്നമുള്ളൂ. അവനെ വളരെ മെലിഞ്ഞിട്ടാണ്, ഈ മോഷനൊക്കെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അത് ശരി. അപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും കുട്ടിയെ ഒരു പീഡിയാട്രിഷനെ കൊണ്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിലയിരുത്തൽ വേണം. അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്ത് ഈ കുട്ടീൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ മറ്റ് കാരണങ്ങളുണ്ടോ, വിളർച്ച കൊണ്ടാണോ ഉള്ളത്, മറ്റ് മാൽന്യൂട്രീഷനുള്ള കാരണങ്ങൾ വല്ലതും ഉണ്ടോ, വളരെ മെലിഞ്ഞിരിക്കുന്നു പറഞ്ഞല്ലോ. പിന്നെ മോഷൻ റെഗുലറായി പാസ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും ഉറപ്പാക്കേണ്ടത് കുട്ടികളുടെ ആഹാരത്തിൽ വേണ്ടത്ര നാരംശം. അപ്പോൾ നമ്മൾ ഈ പഞ്ഞിപ്പുല്ല്, ഇവിടെ നമ്മൾ കൂരക എന്ന് പറയും, പഞ്ഞിപ്പുല്ലെന്ന് പറയും, എനിക്കൊന്ന് തൃശ്ശൂർ ഒക്കെ അതിനെ പുല്ലെന്ന് പറയും, വടക്കോട്ട് മുത്താറി എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കൊണ്ട് പലഹാരങ്ങളുണ്ടാക്കാം, കുറുക്കളുണ്ടാക്കി കൊടുക്കാം, പായസങ്ങളുണ്ടാക്കി കൊടുക്കാം, അതൊക്കെ ചെയ്യണം. ഇലക്കറികൾ ധാരാളം കഴിക്കണം. പപ്പയ്ക്ക പോലത്തെ ലാക്സേറ്റീവ് ആക്ഷനും കൂടെയുള്ള ഫ്രൂട്ട്സ്, ഫൈബറൊക്കെയുള്ള ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് മോഷൻ റെഗുലറായി, പിന്നെ നമ്മൾ എല്ലാ ദിവസവും കൊണ്ടുപോയി പാസ് ചെയ്യുന്നൊരു ശീലവും, കുറച്ച് ചൂടുകളൊക്കെ കൊടുത്ത് അത് ടോയ്ലറ്റിൽ റെഗുലറായി പോകുന്നൊരു ശീലവും കൂടെ ഉണ്ടാക്കിയെടുത്താൽ കുട്ടിക്കൊരു ശീലങ്ങൾ നേരെ ആകുന്തോറും ഈ കാര്യങ്ങളിൽ നിന്നൊരു പരിഹാരം വരികയും ചെയ്യും. അതെ, ഒരു മോശം പോകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഈ മരുന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമുണ്ട്. അത് എപ്പോഴും ഇപ്പോൾ ഒരു തവണയൊക്കെ ശരി, എത്രയോ റെയറായിട്ട് വല്ലപ്പോഴും റെയർ അവസരത്തിൽ ഡോക്ടർ പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുന്നത് ഓക്കെയാണ്. പക്ഷേ അല്ലാതെ ഈ മോഷൻ പോകാമെന്ന് പറഞ്ഞ് മരുന്നുകൾ കൊടുക്കുന്നത് ഒട്ടും നല്ല ശീലമല്ല. മോഷൻ പോകുന്ന ഒരു ബോഡീൻ്റെ ഫങ്ഷനാണ്. അത് ആഹാരശീലങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ടൈമും ആഹാരശീലങ്ങളും നമ്മുടെ ഡെയിലി ഒരു ഹാബിറ്റും കൂടെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക. ആഹാരം കൊണ്ട് മാത്രമേ റെഗുലറായിട്ട് മോഷന് ഒരു പോക്കിൻ്റെ രീതി ഉണ്ടാക്കാൻ പറ്റൂ. മരുന്ന് കൊണ്ട് നിത്യമായി കഴിക്കുന്ന ഒട്ടും നല്ലതല്ല. പലരും ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, അത് നല്ലതല്ല. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ നമുക്ക് ഈ വിരശല്യത്തിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണം, അല്ലെങ്കിൽ ഒരു ഏറ്റവും ലഘുവായ ലക്ഷണം എന്ന് പറയുന്നത് ചർമ്മത്തിലെ ഒരു ചൊറിച്ചിൽ മുതൽ ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്നുണ്ട്, ബ്രെയിനിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ലക്ഷണങ്ങളല്ലാതെ തന്നെയുള്ള എന്തെങ്കിലും വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധന ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരാറുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ വേംസ് ഉണ്ടെന്ന് സംശയമുണ്ട്, പക്ഷേ ഒന്നും കണ്ടില്ല. അപ്പം മോഷൻ നമ്മൾ മൈക്രോസ്കോപ്പി ചെയ്യാറുണ്ട്, ലാബിൽ കൊടുത്തിട്ട് മോഷൻ്റെ മൈക്രോസ്കോപ്പി എന്ന് പറയും. മൈക്രോസ്കോപ്പിൽ കൂടെ വേംസിനെ മോഷൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ചില വേംസിൻ്റെ മുട്ടകളെ കാണാൻ പറ്റും. ഓരോ വേമിൻ്റെ മുട്ടയ്ക്കും ഡിഫറെൻറ്റ് ഷേപ്പാണ്. മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റും, അത്ര ചെറുതാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഷേപ്പും കളറും രൂപവും ഒക്കെ ഉണ്ട്. പിന്നെ നേരിട്ടാണെങ്കിൽ ചെറിയ വേംസിനെ നേരിട്ടും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ മോഷൻ എക്സാമിനേഷനാണ് ഒരു ടെസ്റ്റ് എന്ന് പറയാവുന്നത്.
പിന്നെ വളരെ ഗുരുതരമായിട്ട് ഇപ്പോൾ വയറിനകത്ത് ഇങ്ങനെ തടസ്സമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അൾട്രാസൗണ്ട് പോലത്തെ ടെസ്റ്റൊക്കെ ചെയ്യുന്നത്, അത് പക്ഷേ അത്രയും കോംപ്ലിക്കേഷൻ ഉള്ള നേരത്താണ്. റുട്ടീനായിട്ട് മോഷൻ എക്സാമിനേഷനാണ് ഇതിനു വേണ്ടി തിരയുന്നത്. ഓക്കെ, നമ്മൾ പൊതുവായിട്ട് വിരഗുളികകൾ എല്ലാ പ്രായക്കാരും കഴിക്കാറുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം ദേശീയ വിരമുക്ത ദിനത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിലും അംഗൻവാടികളിലും ഒക്കെ വലിയൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ച് എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഈ ഒരു വിരഗുളികകൾ നൽകുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയൊരു വലിയൊരു ക്യാമ്പയിൻ നടത്തി ഒരുമിച്ച് കൊടുക്കുന്നത്? അതെ അതെ, അത് ഇപ്പോൾ ഈ പ്രായക്കാർ ഇതിന് വളരെ, ഇപ്പോൾ കുട്ടികൾക്കാണ് കോമൺ എന്ന് പറഞ്ഞു, കുട്ടികൾക്കാണ് ഏറ്റവും കോമൺലി ഉണ്ടാകുന്നത്. അത് ഈ 1 വയസ്സ് തൊട്ട് 19 വയസ്സിലുള്ള കുട്ടികൾക്ക്, നാട് മുഴുവനുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഇവരെല്ലാവരുടെയും നിന്നുള്ള എക്സ്ക്രീഷൻ കുറയും. ഇപ്പോൾ കേരളത്തിലേക്കാണ് ഈ പറഞ്ഞ പോലെ ഔട്ട്ഡോർ ഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തുറസായ സ്ഥലങ്ങളിൽ മലവിസർജനം ചെയ്യുന്ന സ്വഭാവം വളരെ കുറവാണ്. പണ്ട് ഒരു കാലത്തുണ്ടായിരുന്നു കാണും വേറൊരു ജനറേഷനിൽ, പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ അത് വളരെ കുറവ് തന്നെയാണെന്ന് യാതൊരു സംശയമില്ല. എങ്കിലും ഒരു എൻറ്റയർ പോപ്പുലേഷൻ, ഏറ്റവും വേംസിനെ കൊണ്ട് നടക്കാൻ ഏറ്റവും കൂടുതലുള്ള പ്രായമാണ് ഈ ഗ്രൂപ്പ്. അപ്പോൾ അവരിൽ എല്ലാവരും ഈ മരുന്ന് ഒരേ നേരത്തെ ഇതിനെ ബ്ലോക്ക് ചെയ്യുക, ഇതിനെ നശിപ്പിക്കുകയാണെങ്കിൽ അടുത്ത കുറേ മാസങ്ങളിൽ ഇത് പുറത്തെത്തി പരിസരങ്ങളെ കണ്ടാമിനേറ്റ് ചെയ്യുന്നതിൻ്റെ സാഹചര്യങ്ങൾ കുറഞ്ഞു വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നെക്സ്റ്റ് പീപ്പിളിന് കിട്ടാൻ ചാൻസ് കുറവാണ്. അത് പൾസ് പോളിയോൻ്റെ ഒക്കെ രീതി പോലെയാണ്, എല്ലാവർക്കും ഒരുമിച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനാണ് പൾസ് പോളിയോ കൊടുക്കുന്നത്. അതുപോലെയാണ് ഇതും ഒരു ക്യാമ്പയിനായിട്ട് സസെപ്റ്റിബിൾ പ്രായക്കാർക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് വേംസിൻ്റെ പ്രവലൻസ് എന്ന് പറയുന്നതിനെ കുറയ്ക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം മുതിർന്നവരും കഴിക്കുന്നതും അത് തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. എന്താ വെച്ചാൽ നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ പറഞ്ഞ 1 വയസ്സ് മുതൽ 19 വയസ്സുള്ള കുട്ടിക്ക് ഫ്രീ കൊടുക്കുന്നത് നാഷണൽ പ്രോഗ്രാമാണ്. കേരള അത് വളരെ ശക്തമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ 2 ദിവസങ്ങൾ. പക്ഷേ അതിൻ്റെ കൂടെ പൊതുവായൊരു പ്രിൻസിപ്പിൾ നമ്മളെപ്പോഴും പേരൻസിന് അഡ്വൈസ് ചെയ്യുന്നത് ഫാമിലി ഡീവോമിംഗ് ആണ്. അപ്പോൾ ഇത് കൊടുക്കുന്ന അവസരം നമ്മൾ ഓർത്ത് വീട്ടിലെല്ലാവരും കഴിക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. അതിനാൽ എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കഴിക്കരുത്. മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖമുള്ളവർ അവരവരുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യുക. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഒരു ടൈമിന് അത് കഴിക്കാണ്ടിരിക്കുന്നത് നല്ലതാണ്. നമുക്കിതിലേക്ക് വരാം ഒരു കോളിന് ശേഷം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ. ആരാണ്? ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് സോണിയയാണ്. ഓക്കെ, ചോദിച്ചോളൂ. കേൾക്കാം പറഞ്ഞോ. ഹലോ ഡോക്ടർ. പറഞ്ഞോ സോണിയ. ഞാൻ എനിക്ക് 8 വയസ്സുള്ള ഒരു കൊച്ചും 6 വയസ്സുള്ള കുട്ടിയുണ്ട്. 5 വയസ്സുള്ള. അപ്പൊ അവർക്ക് വിരയുടെ അസുഖം ഇപ്പോഴും ഉണ്ടാകും. നേരത്തെയൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ട് വർഷത്തിൽ 2 പ്രാവശ്യം വിരമരുന്ന് കഴിക്കുമായിരുന്നല്ലോ. ഇപ്പൊ അത് പിന്നെ പറഞ്ഞു 3 മാസമായി. 3 മാസം കഴിഞ്ഞാൽ ഞാൻ ഈ സെപ്റ്റംബറിൽ കൊച്ചിന് വിരമരുന്ന് കൊടുത്തിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ മലദ്വാരത്തിൽ ഇങ്ങനെ കൃമിയുടെ ശല്യം കണ്ട് ചൊറിച്ചിലൊക്കെ കണ്ട് നോക്കിയപ്പോ ഇങ്ങനെ പിൻവേംസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ മിക്കവാറും ഇങ്ങനെ വരുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ പിന്നെ ഈ വിരശല്യം വരുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ മാറുന്നില്ല? അപ്പൊ നമ്മൾ ഈ വരുമ്പോഴല്ലേ ഈ ആൽബൻഡൈസോൾ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് വല്ല ദോഷമുണ്ടോ? അങ്ങനെ അതോ അങ്ങനെ കൊടുക്കാവോ? മാസം ഇപ്പം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ആൽബൻഡൈസോളൊക്കെ. ഇപ്പോൾ ഒരു കോളർ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. എനിക്കൊന്ന് 2 ചോദ്യം മുമ്പേ ഒരു കോളർ ചോദിച്ചിരുന്നു, ഇത് കൊടുത്തോണ്ട് കുഴപ്പമുണ്ടോ എന്നൊരു ആൾ ചോദിച്ചിരുന്നു. അപ്പോൾ കേട്ട് കാണുന്ന പ്രതീക്ഷിക്കുന്ന ആൻസർ, ഇത് റിക്കറൻ്റായി കൊടുക്കേണ്ടി വന്ന് ഡോക്ടർ കണ്ടിട്ടാണ് കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. കാരണം ഡോക്ടർ നോക്കിയിട്ട് തന്നെയാണല്ലോ കൊടുക്കുന്നത്. ആൽബൻഡസോൾ എന്ന് പറയുന്നത് വളരെ വളരെ സേഫ് ആയിട്ടുള്ള മരുന്നാണ്. അത് സേഫ് എന്ന് ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ചില ഇൻഫെസ്റ്റേഷൻസ്, ഇപ്പോൾ ഈ നാടവരാന്നൊക്കെ പറഞ്ഞു, ചിലതിലൊക്കെ ഇത് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന, ഡെയിലി കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് അത്രയും സേഫ്റ്റി ഉള്ള ഒരു മരുന്നാണ് ഈ ആൽബൻഡസോൾ എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 6 വയസ്സുള്ള കുട്ടിക്ക് എന്ന് പറയുമ്പോൾ ഇത് 10 ml ഒരു ബോട്ടിലാണല്ലോ. അതെ 10 ml 400 മില്ലിഗ്രാം ഒരേ ഡോസാണ് എല്ലാവർക്കും. 400 മില്ലിഗ്രാം അടങ്ങിയിരിക്കുന്നത് 10 മില്ലിയാണ് ഒരു കുപ്പിക്കകത്ത്. ആ ഫുൾ കുപ്പിയാണ് ഒരു കുട്ടിക്കുള്ള ഡോസ്. കൊടുക്കട്ടെ. അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ കഴിക്കണം. ഇതിപ്പോഴും പലരും പല അളവാണ് പറയുന്നത്. ഡോക്ടേഴ്സ് ആണെങ്കിലും ആശാവർക്കറൊക്കെ ആണെങ്കിലും പല ഡോസാ പറയുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ചിലർ വേണം 5 മില്ലി ഇന്ന് കൊടുത്തിട്ട് 5 മില്ലി ബാക്കി 5 മില്ലി ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കണം, 14 ദിവസം കഴിഞ്ഞ് കൊടുക്കണം എന്നൊക്കെ പറയും. അല്ല, സാധാരണഗതിയിൽ ഒന്നിച്ച് 400 മില്ലിഗ്രാം കഴിക്കാം. ഇപ്പോൾ 1 വയസ്സ് മുതൽ 2 വയസ്സുള്ള കുട്ടികൾക്ക് 200 മില്ലിഗ്രാം മതി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്യാമ്പയിനകത്ത് കൊടുക്കുമ്പോൾ അര ഗുളികയാണ് അംഗൻവാടിയിലൊക്കെ ആ പ്രായക്കാരെയുള്ള കുട്ടിയെ ചെന്ന് 1 വയസ്സ് മുതൽ 2 വയസ്സുള്ള കുട്ടി ചെല്ലുകയാണെങ്കിൽ പകുതി ഗുളികയാണ് പൊടിച്ച് അലിച്ച് കൊടുക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത് നമ്മൾ കുട്ടി ഇത് കഴിക്കുമ്പോൾ മരുന്നാണെങ്കിൽ ശരി, ഗുളിക കഴിക്കുകയാണെങ്കിൽ ചവച്ചരച്ച് തന്നെ കഴിക്കണം. വെറുതെ വിഴുങ്ങിയാൽ ഇതിൻ്റെ ഇഫക്റ്റ് കുറവായിരിക്കും, വേണ്ട ഗുണം ചിലപ്പോൾ കിട്ടാതെ പോകും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സിറപ്പ് അപ്പോൾ വളരെ നല്ലതാണ്. ഫുൾ കുപ്പി കുടിക്കുക.
പിന്നെ റിക്കറൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മറ്റ് കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് കാര്യമായിട്ട് അടുത്ത കുറേ ദിവസത്തേക്ക്, അതായത് ഈ മൂട് കഴുകൽ, സോപ്പ് ഒഴിച്ചുള്ള കഴുകൽ, കൈ കഴുകൽ, മൂട് കഴുകൽ, വസ്ത്രങ്ങളുടെ സാനിറ്റൈസ് ചെയ്യുക, അതിൽ ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് വസ്ത്രങ്ങളുടെ ഈ മുട്ടകൾ അവശേഷിക്കാതെ നോക്കുക, ബെഡിലെ തുണികളും ബെഡ്ഷീറ്റുകളും മുതലായതൊക്കെ കംപ്ലീറ്റ് തിരുമ്പി വെയിലത്തിട്ടുണക്കി അതിനകത്ത് ഈ മുട്ടകൾ അവശേഷിക്കാനുള്ള ചാൻസ് കുറയ്ക്കുക. പിന്നെ റെഗുലറായിട്ട് കൈ കഴുകുന്ന ശീലം ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇതെല്ലാം കൂടെ ചേർന്ന് വേണം നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ശരി ഡിജേന് നന്ദി. നമുക്ക് അടുത്ത ബ്രേക്കിന് പോയിട്ട് സാമൂഹ്യ പാഠത്തിലേക്ക് തിരികെ എത്താം. കൈ നിറയെ വെണ്ണതരാ, കവിളിലൊരുമ്മതരാ, బాలికవే చురకత్తుల చూపులున్న మల్లీశ్వరివే. സാമൂഹ്യ പാഠം തുടരുന്നു. ഡോക്ടർ, വിരയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നതിനെക്കുറിച്ചാണ്. അതെപ്പോൾ കഴിക്കണം, ഏത് സമയത്താണ്, ഭക്ഷണത്തിന് മുൻപാണോ ശേഷമാണോ കഴിക്കേണ്ടത്, പിന്നെ അതിൻ്റെ ഡോസ്, നമുക്ക് ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള ഡോസാണോ, ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശം, ആദ്യമായിട്ട് അത് മരുന്ന് കൊടുക്കുമ്പോൾ മാത്രമാണോ ആവശ്യമായിട്ടുള്ളത്, തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറയാം. ഈ നേരത്തെ പറഞ്ഞ പോലെ ആൽബൻഡസോൾ എന്നുള്ള മരുന്ന് വളരെ വളരെ സേഫ് ആയിട്ടുള്ളൊരു മരുന്നാണ്. എല്ലാ മരുന്ന് പോലെ ഇതിനെ പൊതുവെയുള്ള എല്ലാ മരുന്ന് പോലെ ആഹാരത്തിന് ശേഷമാണ് കഴിക്കുന്നത്. ഓക്കെ. ഗുളിക രൂപത്തിലുമുണ്ട്, സിറപ്പ് രൂപത്തിൽ ഈ മരുന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഗുളിക രൂപമാണ് കഴിക്കുന്നതെങ്കിൽ ചവച്ചരച്ച് കഴിക്കുക. 1 വയസ്സ് മുതൽ 2 വയസ്സുള്ള കുട്ടികൾക്ക് പൊതുവേ പകുതി ഗുളിക, അല്ലെങ്കിൽ സിറപ്പ് ആണെങ്കിൽ ടോട്ടൽ 10 ml 10 മില്ലിയാണ് ഒരു കുപ്പിയിലുണ്ട്. അതിൻ്റെ പകുതിയാണ് ഈ കുട്ടി ഒരു വയസ്സിന് താഴെ 2 വയസ്സിന് താഴെയുള്ള കുട്ടി 1 വയസ്സിൻ്റെയും 2 വയസ്സിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നത്. 1 വയസ്സിന് മുമ്പേ ഈ മരുന്ന് സാധാരണ കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ കഴിക്കുന്നത് ആഹാരത്തിന് ശേഷമാണ് കഴിക്കുന്നത്. സെക്കൻഡ് ഡോസ് കഴിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ എന്നുള്ളത് അവരവരുടെ ഡോക്ടർ ആ കുട്ടിയെ പരിശോധിച്ചിട്ട് മാത്രം പറയുന്നൊരു സാധനമാണ്. പൊതുവേ നമ്മൾ കഴിക്കുക എന്ന് പറയുന്ന 6 മാസം ഇടവിട്ടാണോ, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് 6 മാസം ഒരിക്കൽ പറയുന്നത് വെച്ചാൽ ഈ വേംസിനെല്ലാം ലൈഫ് സൈക്കിള് ഈ ഒരിക്കൽ മുട്ടയിൽ നിന്ന് ചെന്ന് അകത്തി ചെന്ന് അത് പിന്നെ ഈ പറഞ്ഞ പോലെ കുടലുമാരെ തുറന്ന് പിന്നെ ലങ്സിൽ പോയി മെച്ചൂർ തിരിച്ച് വന്നപ്പോൾ ഈ ഹോൾ സൈക്കിൾ പൂർത്തിയായിട്ട് അടുത്ത സെറ്റ് വിരകൾ കുടൽമാരയ്ക്കകത്ത് ബാധിക്കാൻ വേണ്ടി യൂഷ്വലി ഈ 4 to 6 months ഇൻ്റർവെല്ലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരിക്കൽ ക്ലീനപ്പ് ചെയ്ത് മരുന്ന് കൊടുത്തെല്ലാം ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏകദേശം ആ ടൈം കഴിഞ്ഞിട്ട് മതിയാവും. ഈ പിന്നെയും കാണുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ഡോസിൽ അവശേഷിക്കുന്ന നശിച്ച് പോകുന്ന ഭാഗമായിട്ടുള്ള കുറച്ച് വേംസ് പിന്നെയും അടുത്ത കുറച്ച് ദിവസങ്ങൾ കാണും. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇത് കൊടുത്തതിൻ്റെ പിറ്റേന്ന് ഇതെല്ലാം കൂടെ അലിഞ്ഞ് നശിച്ച് പോകുന്നതല്ല. അപ്പോൾ കുറേ എണ്ണം അപ്പം ചാവും, കുറേ എണ്ണം പിന്നെ ചാവുന്നതായിരിക്കാം. അതെല്ലാം അടുത്തടുത്ത ദിവസം പാസ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ആങ്ഷ്യസ് ആകുന്നത്. അങ്ങനെ. ഓക്കെ, അപ്പം നമുക്ക് ഈ അടുത്തൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ. ആരാണ്? ഇത് കാസർഗോഡ് സ്മിതയാണ്. ശരി, ചോദിച്ചോളൂ. പിന്നെ ഇത് 4 വയസ്സിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് വേണ്ടിയിട്ടാണ്. പിന്നെ അവന് കൃമി കടിക്കുന്നതിന് കുറെ ആയി പറയുന്നത്. അപ്പൊ ഇപ്പൊ സ്കൂളിൽ വിരേര ഗുളിക കൊടുത്തു, എന്നിട്ട് മോന് കൃമി കടിക്കുന്ന തീരെ പോയില്ല. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കക്കൂസിൽ പോകണം, വയറുവേദന, ഇങ്ങനെയല്ലാന്ന് പറയുന്നത്. ഇപ്പോൾ ഇതേ ചോദ്യം ഈ സെയിം കാര്യം പലരും ഇതിന് മുമ്പ് വിളിച്ച 3-4 പേര് സംസാരിച്ചു. ഈ കൃമി എന്ന് പറഞ്ഞാൽ മറ്റ് വേംസ് പലപ്പോഴും ഈ ഒരു ഡോസിൽ പിന്നെ അത് ആ ബാധ കാണാറില്ല. പക്ഷേ കൃമികൾ ചിലപ്പോൾ ഇതേപോലെ ലോക്കലായിട്ട് ആ പരിസരത്ത് തന്നെ കുട്ടീൻ്റെ കൈ, കുട്ടീൻ്റെ വസ്ത്രം, കുട്ടീൻ്റെ ദേഹം, കുട്ടീൻ്റെ ബെഡ്ഷീറ്റ് മുതലായ സ്ഥലങ്ങളിലെല്ലാം ചിലപ്പോൾ ഈ മുട്ടകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് വീണ്ടും കുട്ടിക്ക് കിട്ടി അടുത്ത സൈക്കിൾ വരാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്തത് ഈ മരുന്ന് കഴിച്ചാൽ അടുത്ത കുറച്ച് ദിവസം കൊണ്ടായിരിക്കും ഇത് കാണാണ്ടാകുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നാളത്തേക്കെന്നല്ല, അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ടായിരിക്കും പതുക്കെ വിരബാധ ഇല്ലാണ്ടാകുന്നത്. അപ്പോൾ മേ ബി 2-3 ദിവസം കഴിഞ്ഞോ 4 ദിവസം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ പിന്നെയും കൃമികൾ പാസ് ചെയ്യുന്നത് കാണാം. അതെല്ലാം ചിലപ്പോൾ ചാകാനോ അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന ഭാഗമായിട്ടുള്ള കൃമികളായിരിക്കാം. അതെ. പിന്നെ ഈ ആഹാരം കഴിക്കായ്മയൊക്കെ അതിൻ്റെ കൂടെ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം അതിന് മറ്റ് കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം, വിളർച്ച കൊണ്ടുള്ള വിശപ്പില്ലായ്മയുണ്ടോ എന്ന് നോക്കണം,
പിന്നെ ടേസ്റ്റൊക്കെ മാറ്റി മാറ്റി കൊടുക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, ഇതെല്ലാം അതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫാമിലി മുഴുവൻ ഡീവേം ചെയ്യണം. പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ആഹാരം ഉണ്ടാക്കുന്ന, നമ്മൾ മുതിർന്നവരാരെങ്കിലും ആയിരിക്കും ആഹാരം ഉണ്ടാക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും ആഹാരം ഉണ്ടാക്കുകയോ പാകം ചെയ്യുകയോ എടുത്തു കൊടുക്കുകയൊക്കെ അല്ലെ ഉരുട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ അണുബാധയുണ്ട് നമ്മുടെ ബോഡിയിൽ നിന്നും നമ്മുടെ കൈകൾ വഴിയും വരാം. സോ എല്ലാവരുടെയും ഈ പൊതു ശുചിത്വം, ശാരീരിക ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്ത് ഒരു ശ്രദ്ധ വേണം. അത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്താലാണ് അത് കുറച്ചും കൂടെ ഇഫക്റ്റീവ്ലി മാറുക. ഓക്കെ. അതെ, കുട്ടി നല്ല മെലിഞ്ഞിട്ടാണ്. പിന്നെ ഭക്ഷണം കഴിച്ചപാട് അപ്പൊ കക്കൂസിൽ പോണേ, 2-3 പ്രാവശ്യം കക്കൂസിൽ പോകും. ഇതെല്ലാം ഒരു കോമൺ സിംറ്റംസ് ആണ്. ഇപ്പോൾ ഈ കഴിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ പല കുട്ടികൾക്കും ഇമ്മീഡിയറ്റ് ആയിട്ടൊന്ന്, അതായത് ആഹാരം കഴിച്ച് തൊട്ട് പിറകെ കക്കൂസ് പോകണം എന്നുള്ളൊരു ഫീലിംഗ് വരും. അതൊരു നോർമൽ റിഫ്ലെക്സും കൂടെ. റിഫ്ലെക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചു കുട്ടികളുണ്ടല്ലോ, പാല് കുടിക്കുമ്പോൾ ബേബീസ് മോഷൻ പാസ് ചെയ്യും പലപ്പോഴും. അതുപോലത്തെ റിഫ്ലെക്സാണ്. ചിലർക്ക് ചൂടുവെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടികൾ ഉടനെ പറയും ടോയ്ലറ്റിൽ പോകണം. പിന്നെ അവിടെ പോയി അടച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ വീണ്ടും വീണ്ടും കുറച്ചും കൂടെ ഒന്ന് പോകണം എന്നുള്ള ഫീലിംഗ് ഉള്ളപ്പോൾ ആ ഒരു ഫീലിംഗ് കൊണ്ട് വീണ്ടും പോകണമെന്ന് തോന്നും. ചിലപ്പോൾ മോഷൻ അധികം ഉണ്ടാവില്ല. പിന്നെ കൊച്ചു കൃമികളാണുള്ളതെങ്കിൽ ആ ലോക്കൽ ഇറിറ്റേഷൻ കൊണ്ട് ചിലപ്പോൾ പോകണം എന്നുള്ള ഫീലിംഗ് വരും. ഈവൻ ഈ കൃമികളിപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ഈ കൊച്ചു കൃമികൾ പുറത്ത് വന്ന് അത് ചിലപ്പോൾ മുമ്പോട്ട് ഇഴഞ്ഞ് വന്ന് മൂത്രനാളിക്കകത്ത് വരെ കയറിപ്പോയി അവിടെയൊക്കെ യൂറിനറി ഇൻഫെക്ഷനും മറ്റ് ലോക്കലായിട്ടുള്ള അണുബാധകൾ ഉണ്ടാക്കാനും സാധിക്കും ചിലപ്പോഴൊക്കെ. ഡോക്ടറെ കാണിക്കണോ? ഡോക്ടറെ സിംറ്റംസ്, നല്ല ലക്ഷണങ്ങൾ പിന്നെയും ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ 6 മാസത്തിലേക്ക് വെറുതെ ഒരു കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നത് ഈ പറഞ്ഞ സ്കൂളിൽ ക്യാമ്പയിനിൽ കൊടുക്കുന്നു. അത് മിസ് ചെയ്തു പോയെങ്കിൽ നമുക്ക് സ്വന്തമായി മേടിച്ച് കൊടുക്കുന്നതിന് തെറ്റില്ലാത്തൊരു മരുന്നാണ്. അതെ, പീഡിയാട്രിഷനെ തന്നെ കണ്ട് പീഡിയാട്രിഷനൊക്കെ മറ്റു കാരണങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി ബാക്കി നിങ്ങൾ എല്ലാവരും കഴിക്കേണ്ടതിൻ്റെ ഗുളിക മറക്കാതെ എഴുതി മേടിച്ച് എല്ലാവരും ഒരുമിച്ച് കഴിക്കുക ഫാമിലിയിൽ. ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ നമുക്ക് അടിക്കടി ഈ വിരശല്യം വരുന്ന കുട്ടികളുടെ കാര്യം പല പ്രേക്ഷകരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന കുട്ടികളിൽ വിരശല്യം ഈ പറഞ്ഞതുപോലെ അടിക്കടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അത് വൃത്തിയില്ലാത്ത രീതിയിൽ ഇപ്പോൾ മധുരമായിട്ട് ബന്ധമൊന്നുമില്ല. അതുപോലെ അത് ചോദിച്ചെന്ന സമയം ചിലർ ഈ മഴക്കാലത്ത് മരുന്ന് കൊടുക്കാതിരിക്കുന്നവർ അങ്ങനെയുണ്ട്. വിരബാധയ്ക്ക് മഴക്കാലത്ത് മരുന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അങ്ങനെ മഴക്കാലവും വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുന്നത് തമ്മിൽ യാതൊരു ബന്ധവും. അത് നമ്മൾ ഒ പിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ് ഈ മഴക്കാലത്ത് ഇത് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ എഴുതി കൊടുക്കും, ഇപ്പോൾ മഴയാണല്ലോ കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഈ പ്രത്യേക ആഹാരങ്ങൾക്ക് അങ്ങനെ ബന്ധം, ചിലർ പറഞ്ഞ് പേരക്ക കഴിച്ചു കഴിഞ്ഞാൽ വിര വരും. അതൊന്നും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കണക്ഷനൊന്നും ഇല്ല. മേ ബി പേരയ്ക്കകത്ത് പുഴുക്കൾ ഇരിക്കുന്ന കണ്ടിട്ട് ആൾക്കാർക്ക് തോന്നുന്നതായിരിക്കാം ഈ വിര. അതും നമ്മുടെ ബോഡിയിലുള്ള വളരെ ഡിഫറൻ്റ് ആണ്. പിന്നെ ആഹാരം വൃത്തിയില്ലാത്തൊരു സാഹചര്യങ്ങൾ, ഇപ്പോൾ തുറന്നു വെച്ച ഫുഡ്, അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ആ പരിസരത്ത് എവിടെയെങ്കിലും പരിസരത്ത് ഈ വേം ഇൻഫെസ്റ്റേഷൻ ഉള്ള ആൾക്കാരുണ്ട്, ഓപ്പൺ എയർ ഡിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബേബിയെ അടുത്ത വീട്ടുകാരെ ഇപ്പോൾ പുറത്ത് കഴുകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ഈച്ചകൾ ഇരുന്നിട്ട് നമ്മുടെ ആഹാരത്തിൽ വരാം. പിന്നെ വെള്ളം, തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാവൂ. നമ്മൾ തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുമ്പോൾ ഇപ്പോൾ ആ വെള്ളത്തിനകത്ത് ഈച്ചകളോ വല്ലതും വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ സോഴ്സിനകത്തൂടെ വിരകൾ കിട്ടാം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോയിട്ട് വേഗം തിരികെ എത്താം. തല താഴില്ല താഴ്ത്തില്ല ഇവൾ തൻ കാലിൽ നിൽപ്പവൾ, ഇവൾ തൻ പുഞ്ചിരിക്കൊള്ളും മുഖമാണമ്മ തൻ മുഖം. കൊത്തിക്കീറുക വേടന്മാരുടെ കത്തിപ്പടരും ക്രൂരതയെ, ചങ്ങല നീറ്റുക നീനി വീണ്ടും മംഗലമുണരും കാടണയും. ചങ്ങല നീറ്റുക നീനി വീണ്ടും എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. സാമൂഹ്യ പാഠം തുടരുന്നു. ഡോക്ടർ, ഈ വിരയ്ക്കെതിരെ നമുക്ക് ഏതെല്ലാം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും? അതെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളാണ്. ഒന്ന് ആഹാര ശുചിത്വം എന്ന് പറയും. അപ്പോൾ ആഹാരം ഒരിക്കലും തുറന്നു വെക്കരുത്, കാരണം ഈച്ച വന്നിരിക്കാം. വെള്ളം നമ്മൾ ക്ലീൻ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് പേഴ്സണൽ ശുചിത്വത്തിനകത്ത് ഒന്ന് ഔട്ട്ഡോർ ഡിഫിക്കേഷൻ. ഔട്ട്ഡോർ തുറസായ സ്ഥലങ്ങളിൽ മലം പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ പാസ് ചെയ്ത മലം കളയുകയോ അല്ലെങ്കിൽ മൂട് കഴുകാൻ അവിടെ കൊണ്ട് ചെയ്യുകയോ ചെയ്യരുത്. മലം പാസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പ്രിഫറബിളി മൂടും സോപ്പിട്ട് കഴുകുക, കൈയും സോപ്പിട്ട് കഴുകുക.
പിന്നെ നമ്മുടെ തന്നെ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് കൈയൊക്കെ നമ്മൾ നഖമെല്ലാം വെട്ടി വളരെ ക്ലീൻ ആയിട്ടുള്ള വിരലൊക്കെ ആയിരിക്കണം. ആഹാരം പാകം ചെയ്യുന്ന മുമ്പേ, ആഹാരം കഴിക്കുന്ന മുമ്പേ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലൊക്കെ എന്തായാലും സോപ്പ് ആൻഡ് വാട്ടർ കൊണ്ട് പ്രോപ്പറായിട്ട് കഴുകുക. പിന്നെ ഈ സോപ്പ് ആൻഡ് വാട്ടർ കഴുകലിൽ തന്നെ പ്രോപ്പർ കഴുകുക. അപ്പോൾ ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ തേച്ച് പോരാ. അപ്പോൾ എല്ലാ ഭാഗവും വിരലിൻ്റെ എല്ലാ ഭാഗവും നഖത്തിൻ്റെ ഭാഗം എല്ലാം അങ്ങനെ ചേർത്ത് ഒരു പ്രോപ്പർ ഹാൻഡ് വാഷ് തന്നെ ചെയ്യണം. ഒരു ഹാൻഡ് വാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീരെ കൊച്ചൊരു കാര്യമാണെങ്കിലും വളരെ ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഹാൻഡ് വാഷിൻ്റെ ഒരു ശീലം എല്ലാവരും നല്ലോണം ശീലിക്കുന്നത് നല്ലതാണ്. സോപ്പിട്ട് കൈ കഴുകരുത്. ഡോക്ടർ, ഈ പബ്ലിക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ഈ വിരശല്യം ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും? പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് നമുക്ക് അങ്ങനെ, കാരണം ഫുഡ് വഴിയാണല്ലോ, നമ്മുടെ വായിൽ വരേണ്ടതാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കൈയിൻ്റെ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബോട്ടം വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ടോയ്ലറ്റിൽ പോയതുകൊണ്ട് സാധാരണ അങ്ങനെയില്ല. പലരും ചോദിക്കാറുണ്ട് പബ്ലിക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയില്ല. നമ്മൾ പ്രോപ്പർ ഹാൻഡ് വാഷും മറ്റ് സാനിറ്റേഷൻ കൊണ്ട് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ. ഈ പൊതുവേ നമ്മൾ പുറത്തു നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന സാലഡ്സ് അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ശുചിത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല, അത് എത്രത്തോളം ശുചിത്വമുള്ളതാണെന്ന് അറിയുന്നില്ല. ഇതിൽ നിന്നൊക്കെ ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടോ? അത് വീട്ടിൽ വെച്ചാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഫുഡ് ക്ലീൻ ആയിരിക്കണം എന്നുള്ളൊരു ബേസിക് പ്രിൻസിപ്പിളിൽ നിൽക്കുക. അപ്പോൾ പുറത്ത് നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഒരു നീറ്ററായിട്ടുള്ള സോഴ്സ്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ എല്ലാവരും ഔട്ട്ഡോർ ഈറ്റിംഗ് ഉണ്ട്. സ്ട്രീറ്റ് ഫുഡ് എന്നൊരു ടൈപ്പ് തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ് സ്ട്രീറ്റ് ഫുഡ്. എല്ലാവരും റോഡ് സൈഡിൽ നിന്ന് കഴിക്കുക. വൻ നഗരങ്ങളിൽ പണ്ടുള്ളവർ, ഇപ്പോൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ സിറ്റിയിലും ടൗണിലെല്ലാം ഈ ഔട്ട്ഡോർ ഫുഡെല്ലാം ഉണ്ട്. ഇതൊന്നും നമുക്ക് നിർത്തിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ നമ്മുടെ ഒരു കണ്ണ് ചുറ്റും വേണം, എല്ലാം ഓക്കെ ആണോ, ഇവിടെ ഒരു വൃത്തിയൊക്കെ അവർ പാലിക്കുന്നുണ്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അവർ ഇപ്പോൾ സ്റ്റാഫിന് തന്നെ ഇപ്പോൾ ഔട്ട്ഡോർ ആണെങ്കിൽ ശരി എല്ലാവരും ഇങ്ങനെ പ്രോപ്പർ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നോക്കുന്ന പരിശോധനകളും നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുക. വാട്ടർ സോഴ്സ് നല്ലതാണെന്ന് നോക്കുക. ആഹാരം ഇങ്ങനെ പുറത്ത് അങ്ങനെ കളഞ്ഞ് ഈച്ചകൾ വളരുന്ന തന്നെ ഇതിൻ്റെ ഒരു സാഹചര്യം കൂട്ടുകയാണ്. അപ്പോൾ ഈച്ചകൾ വളരാനൊരു സാഹചര്യം ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും കുട്ടിക്ക്, ഇപ്പോൾ വീട്ടിലെ ഒരു കുട്ടിക്ക് ഇതുപോലെ വിരബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഈ വസ്ത്രങ്ങൾ ഒക്കെ നമ്മൾ നല്ല വൃത്തിയായി സോപ്പിട്ട് കഴുകുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടിവസ്ത്രങ്ങളൊക്കെയാണ് നമുക്ക് ഈവൻ ബ്ലീച്ച് കണ്ടെയ്ൻ ചെയ്യുന്ന ലോഷൻസ് ഉണ്ട്. ഈ ഹൗസ് ഹോൾഡ് ഡിറ്റർജൻറ്റിൽ ബ്ലീച്ച് ഉള്ളതുണ്ട്, ക്ലോറിൻ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ആ കുപ്പിയുടെ പുറത്തുള്ള റെക്കമെൻഡേഷൻ നോക്കിയിട്ട് ഇപ്പോൾ എത്ര വെള്ളത്തിൽ കലക്കാം, ഒരു ബക്കറ്റ് അല്ല അര ബക്കറ്റ് വെള്ളം, 1/4 ബക്കറ്റ് വെള്ളത്തിന് എത്ര വേണം, അത് ഒഴിച്ചിട്ട് അതിനകത്ത് മുക്കി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ വെയിലത്തുണക്കാവുന്ന ഇപ്പോൾ കിടക്കകളൊക്കെയാണ് വെയിലത്തുണക്കാം. ബെഡ്ഷീറ്റ്സൊക്കെ റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യുക, വെള്ളത്തിൽ നനച്ച് വെയിലത്തുണക്കിയെടുക്കുക. അടിവസ്ത്രങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ. ഈ പിന്നെ കഴുകുന്ന ആളും നമ്മൾ മുതിർന്നവരാണല്ലോ, ഇപ്പോൾ പലപ്പോഴും കൊച്ചുകുട്ടികളുടെ തുണിയൊക്കെ ഇടുക. അപ്പോൾ അവരവർ ഈ സോപ്പ് ആൻഡ് വാട്ടർ വാഷൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആഹാരം കഴിക്കുന്ന മുമ്പേ ആയിക്കോട്ടെ, പാകം ഇപ്പോൾ പച്ചക്കറികൾ മുറിക്കുന്നു, അതിൽ അൺവാഷ്ഡ് പച്ചക്കറി കൊണ്ട് സാലഡ്സിലൊന്നും ഉണ്ടാക്കരുത്. ഈ മുറ്റത്തുനിന്നൊക്കെ എല്ലാവരും പെറുക്കി തിന്നു. ചില കാര്യങ്ങൾ ഇപ്പോൾ പേരയ്ക്ക മറ്റേ മറിച്ചൊക്കെ താഴെ വീണൊക്കെ ആൾക്കാർ എടുത്തു തിന്നു. ഇപ്പം നിപ്പയൊക്കെ വന്നപ്പോൾ ആൾക്കാരൊക്കെ അതൊരു പേടി വന്നു. പക്ഷേ എന്നാലും പുറത്തുനിന്ന് ഇങ്ങനെ ഗ്രൗണ്ട് ലെവലിലുള്ള സാധനങ്ങൾ പറിച്ച് തിന്നുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ചിലപ്പോൾ ബെറീസൊക്കെ ഉണ്ട്, ചില കൊച്ചു കൊച്ചു ബെറീസൊക്കെ നമ്മൾ തിന്നുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാകും, ചിലപ്പോൾ ഇങ്ങനെ കണ്ടാമിനേഷൻ വരാം. ആ ഏരിയയിൽ ഔട്ട്ഡോർ ഡെഫിക്കേഷൻ കൂടെ വേണം. ഇതെല്ലാം കൂടെ ഒരു ചെയിൻ പോലെയാണ്. എന്താണ് പണ്ട് നമ്മൾ കോവിഡ് വന്നപ്പോൾ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞില്ല, ബ്രേക്ക് ദ ചെയിൻ പോലെയാണ് നമ്മൾ ഏകദേശം ഇപ്പോൾ ഈ ഇതിനുള്ള ഗുളിക കൊടുക്കുന്നു. ബ്രേക്ക് ദ ചെയിൻ പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിവെൻഷനാണ്. ഈ അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന കുട്ടികളുണ്ടല്ലോ ഡോക്ടർ, അപ്പോൾ അതിന് പിന്നിൽ ഈ വിരശല്യം ഉണ്ടോ എന്ന് ഒരു സംശയം അതെപ്പോഴാണ് ചോദിക്കാറുണ്ട് നമ്മൾ. അതായത് എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരുന്ന കുട്ടിക്ക് ഇങ്ങനെ മോഷൻ വിരക്കുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ടോ, വിരകൾ കാണാറുണ്ടോ, പിൻവം ഈ കൃമീൻ്റെ ശല്യം ഉണ്ടോ, അതിങ്ങനെ എഴിഞ്ഞ് വരുന്ന ഫീലിംഗ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒരു കോസ് ആകാം. യൂറിനറി ഇൻഫെക്ഷൻ മറ്റേ വേറെ കുറേ കോസസാണ് മൂത്രാശയ പഴുപ്പിനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് ഡോക്ടർ എപ്പോഴും കുറേ ചോദ്യം ചോദിക്കുമല്ലോ. ഇപ്പോൾ ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കുറേ ചോദ്യം ചോദിക്കും. ചിലപ്പോൾ പേരൻസ് ചോദിക്കാറുണ്ട്, ഇത്രയും ചോദ്യങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്, നമ്മുടെ ജോലിയാണത്. പല ലക്ഷണങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അതിന് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയും. നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇതിനു വേണ്ടി. അപ്പോൾ ഐഡിയലി സമയമുള്ളപ്പോൾ നമ്മളിതെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ടാണ് കുട്ടിയെ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് സൂചനകൾ കിട്ടും. ഒരു കുട്ടിക്ക് ഇതിന് കാരണമുണ്ടോ, അസുഖമുണ്ടോ, അതിൻ്റെ കാരണം എന്തായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല സൂചനകൾ പറഞ്ഞു തരാൻ പറ്റും.
സജഷൻസ് പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനാണ് ഈ ഹിസ്റ്ററി നല്ലോണം എടുക്കുന്നത്, നീട്ടിയൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയുടെ ആരോഗ്യത്തെയും അതുപോലെ അതിൻ്റെ വളർച്ച, ഒപ്പം പഠിക്കാനുള്ള കഴിവ് അല്ലേ, നമുക്ക് ഈ അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പഠിക്കാനൊക്കെയുള്ള ഒരു ഏകാഗ്രത കുറവൊക്കെ വരുന്ന ഒരു പ്രശ്നത്തിലേക്ക് വിരശല്യം നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞാൽ വളർച്ച ഒരു ആഗോള പ്രശ്നമാണ്, നമുക്കിവിടെയും പ്രശ്നമാണ്. വളർച്ചയ്ക്കെതിരായിട്ട് നമ്മളിപ്പോൾ വിവ പോലത്തെ ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ട്, ഈ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അപ്പോൾ അങ്ങനത്തെ വലിയ ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടി ഇതും കൂടെ ഒരു ഭാഗമാണ്. ഡിവോമിങ്ങും പാദരക്ഷകൾ വെച്ചിട്ടേ കളിക്കാൻ പോകാവും മുറ്റത്ത് നടക്കുമ്പോൾ, അതൊക്കെ ഉണ്ട്. പിന്നെ മലവിസർജനം, വസ്തുക്കൾ പുറത്തിങ്ങനെ കളയരുത്, ഇതെല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്ന കാര്യത്തിൻ്റെ കൂട്ടത്തിൽ വളർച്ചേനെ പ്രത്യേകിച്ച് പറയുന്നത് നമുക്ക് പഠിത്തം പോവും, എനർജി പോവും, പ്രതിരോധശേഷി പോവും, ഈവൻ സൗന്ദര്യം പോലും പോവും ഒരു കുട്ടിക്ക്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയും ഈ വിരബാധ നിർമ്മാർജ്ജനം ചെയ്യുന്ന അതിൻ്റെ ഒരു ഭാഗവും കൂടെയാണ്. കൃത്യമായിട്ട് വിരഗുളികകളൊക്കെ ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിൻ്റെ സമയം ഇവിടെ കഴിയുകയാണ്. വളരെ നന്ദി ഇത്രയും വിശദമായി നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിന്. ഇന്നത്തെ സാമൂഹ്യ പാഠം പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.